ഭൂമിക്ക് മീതെ നാം എല്ലാവരും ഒരു യാത്രയിലാണ്, ജീവിതയാത്രയിൽ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും സഹയാത്രികരിൽ നന്മയോ തിന്മയോ ഉണർത്തിയേക്കാം. ഇടയ്ക്കെപ്പോഴോ നമ്മളിൽ ചിലർ തിരക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം അതിലേക്കും. പരിചിതമോ അപരിചിതമോ ആയ മറ്റു ചിലർ നമ്മോട് ഒത്തുചേരുന്നു. ചിന്തകളെ ആലിംഗനം ചെയ്യുന്ന, മനസ്സിനെ തലോടുന്ന ഒരു സ്നേഹിതനോ സ്നേഹിതയോ ആ യാത്രയ്ക്ക് താളമാകുമ്പോൾ ചരാചരങ്ങൾ മേളമായി എത്തുന്നു. ഒന്നു ചേർന്ന ഹൃദയങ്ങൾ പരിമളം തൂകി പ്രണയസൂക്തങ്ങൾ ഓതി ആകാശങ്ങളിൽ പാറി നടന്ന് നൃത്തം വയ്ക്കുമ്പോൾ ഋതുക്കൾ ആ ചിത്രത്തേറിന് കാവലാളാകുന്നു. കഥയുടെ ക്ലൈമാക്സ് ദുബായിലെ ഡേവിഡിനെ അറിയിച്ചു. നന്ദ, നീ ബഡ്ജറ്റ് ഇട്. മറുപടി കേട്ട് വിനയ് അട്ടഹസിച്ചു. ഭ്രാന്തമൂത്തവന് മുഴു ഭ്രാന്തായടാ. ഇപ്പൊ എന്തായി? എന്റെ കഥയ്ക്ക് വിലയായോ? ലിയോയുടെ അലസമായ ഗിറ്റാറിന്റെ താളത്തിൽ എഴുതി തീർത്ത സീനുകൾ വായിക്കാനായി ഡയറക്ടർ എത്തി. എന്താ ഇങ്ങനെ 40 സീനായി സർ. ഇയാൾ ഉറപ്പുന്നുണ്ടോ ലിയോ? നമുക്ക് മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് എടുത്താലോ? കുറച്ച് എഴുത്തിന്റെ സ്പീഡും ഇൻസ്പിറേഷനും കൂടും. അല്ലേ വേനെ? വേണോ? വേണ്ട സർ, ഞാൻ വെറുതെ ഒരു ട്രെൻഡ് പറഞ്ഞതാ. ഫ്ലാഷ് ബാക്ക് ആയാണ് നമ്മൾ കഥ പറയുന്നത്. സീൻ 1. ഒരു സന്ധ്യാനേരം. ബീച്ചിൽ ഓടി നടക്കുന്ന 3 വയസ്സുള്ള പെൺകുട്ടി. അവളെ വാരിയെടുത്ത് ആകാശങ്ങളിലേക്ക് ഉയർത്തുന്ന ദേവദത്തൻ. കുറുമ്പുകാരിയായ മകളെ ശാസിക്കുന്ന അമല. അത് കാര്യമാക്കാതെ തിരമാലയിൽ കളിക്കുന്ന അച്ഛനും മകളും. ഗ്രാമത്തിലെ ഒരു വീട്. ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റാണ്. ലക്ഷ്മി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുറ്റത്ത് കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനന്തു. സർ, അവിടെ നമ്മുടെ ടൈറ്റിൽ ആരംഭിക്കുകയാണ്. ഒരു പാട്ടിൻ കടലായി മാറി ഞാൻ, പ്രണയത്തിൻ കരയായി തീർന്നു നീ. ഇതളോരം തെന്നൽ കാറ്റിലായി മിഴിയോരം തേടി ഞാൻ. സുഖമേകും ഒളിത്തൂകും മലരായി നീ. ഒരു പാട്ടിൻ കടലായി മാറി ഞാൻ, പ്രണയത്തിൻ കരയായി തീർന്നു നീ. മഞ്ഞിൻ കുളിരിൻ സൂര്യൻ
നീയാ സിന്ദൂരം വിണ്ണിൻ വർണ്ണങ്ങളെല്ലാം വിടത്തി സഖി പ്രിയതേ നീയാ മയിലായരികെ ഋതുവായി ഞാൻ വീണ്ടും തരളിതനാകാം പ്രണയം വിടരും ചിറകായി നാം. രാവിൽ നിലാവിൻ തേടൽ കനവിൻ കാതോരമായി മുഴിഞ്ഞു സഖി നീയാ പ്രണയം വീണ്ടും നെഞ്ചിൽ സ്വപ്നങ്ങളെല്ലാം ഉണർത്തി സഖി പ്രിയതേ നീയാ അഴകായരികെ സ്വരമായി ഞാൻ വീണ്ടും പാട്ടുകളാകാം ആർദ്രം അലിയും സായുജ്യമാ ഒരു പാട്ടിൻ കടലായി മാറി ഞാൻ പ്രണയത്തിൻ കരയായി തീർന്നു നീ ഇതളോരം തെന്നൽ കാറ്റിലായി മിഴിയോരം തേടി ഞാൻ സുഖമേകും മൊഴി തൂകും മലരായി നീ ഒരു പാട്ടിൻ കടലായി മാറി ഞാൻ പ്രണയത്തിൻ കരയായി തീർന്നു നീ. You are so handsome now. താങ്ക്സ്. കുറച്ച് ക്യാഷിന് അർജന്റ് ആവശ്യം വന്നു. ആദ്യം ഓർമ്മ വന്നത് ദേവിനെയാ. ഇറ്റ്സ് ഓക്കെ. എക്സ്ക്യൂസ് മീ. ഹലോ. യെസ്. മാധുരി, സഹിക്കാൻ പറ്റാതാവുന്നു. എന്നും കുറെ പ്രോബ്ലംസ്. എക്സ്ക്യൂസ് മീ. Yes, sir. Your composing is excellent. Oh, thank you, sir. She has written some lines. Oh, good. I would like you to compose for that. അത്ര ഭംഗിയായിട്ടുണ്ടോന്ന് അറിയില്ല. I am not that good, but I will try my level best. Okay. She will give you the lyrics later. Okay. Thank you, sir. Have a nice day. Same with you. പ്രോബ്ലം എല്ലാം സോൾവ് ആയി വരുന്നു. മാഡത്തിന്റെ വിശേഷം? Not in touch with me. Anyway, let's meet again. Okay. Thanks to you. Bye. Relax, relax. തന്റെ സന്തോഷം കളയാൻ വേണ്ടിയല്ല. ഇന്നലെ തന്റെ പൈലറ്റ് വിളിച്ചിരുന്നു. തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നെ കുറിച്ചൊരു ഐഡിയ ഇല്ലെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? അയാളിപ്പോ നിന്നെ കുറിച്ച് ഡിസ്റ്റർബ്ഡാ. He will alight next week at Mumbai. He wants to confess you something. കേൾക്കാൻ ആഗ്രഹിച്ച കാലം ഉണ്ടായിരുന്നു. ഉറ്റവരെല്ലാം ഉപേക്ഷിച്ച് അയാളാണ് എന്റെ ലോകമെന്ന് വിശ്വസിച്ച കാലം. മനസ്സിനെയല്ല
എന്റെ ശരീരത്തെയാണ് അയാൾ ആഗ്രഹിച്ചിരുന്നെന്ന് മനസ്സിലാക്കിയപ്പോ ഏറെ വൈകിപ്പോയി. ആ കാശ്മീരി ലേഡിയായിട്ട് ഉടക്കായിന്ന് അറിഞ്ഞ്. നിനക്കെന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ മിസ്സിംഗ് ആണെന്ന് അറിയിച്ചാ മതി. അയാളുടെ കഥ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. സോറി ഡി, രാവിലെ തന്നെ നിന്റെ മൂഡ് ഞാൻ കളയുന്നില്ല. ആ, നമുക്ക് 11 മണിക്കാ ജ്വല്ലറി ഇനോഗ്രേഷൻ എത്തേണ്ടത്. സംഭവിച്ചു പോയത് അബദ്ധങ്ങളല്ലെന്ന് നിന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ഒരു ചാൻസ്. അയാളുടെ കോഡ് വന്നപ്പോ ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. റിലാക്സ്. മധുവേട്ടനും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വണ്ടിക്ക് തരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എന്റെ ആന്റി സമ്മതിച്ചു. ശരിയാക്കിട്ടാ ഷാജി, ഇതാണ് ഞമ്മ പറഞ്ഞ ടീം ഇട്ടാ. ഇപ്പൊ എന്ത് ചെയ്യാനാ? പൈസയുടെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം കേട്ടാ. അയ്യോ ഇപ്പൊ നടക്കൂല, അല്ലെങ്കിലും ഷോർട്ടാ പൈസ. ഇപ്പൊ നടക്കൂല, പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഞാൻ തരാം. ശരി, നോക്കട്ടെ, ഞാൻ ശരിയാക്കി തരാം. ഓക്കെ ഓക്കെ മോനെ, ഓക്കെ സാറേ. മധുവേട്ടോയ്, നമ്മുടെ ആളെന്തിനുണ്ട് കേട്ടാ. ഓ, അളിയിടാൻ നേരം എല്ലാം എടുക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത്. വീടിപ്പോ വാങ്ങിച്ചോടാ. വണ്ടി സൂക്ഷിക്കണേ. ഓ, എന്റെ ജീവനാ ചേട്ടനെ ഏൽപ്പിച്ച് പോകുന്നത്. നീ ഒന്ന് പോയടർക്ക, പെണ്ണൊന്നും അല്ലല്ലോ. പലിശക്കാരും അഴിമതിക്കാരും തന്നെ വളർന്നു. എനിക്കൊരു സംശയം, കർത്താവ് ഇവരുടെ കൂടെ തന്നെയാണോ എന്ന്. ആണാ കർത്താവ്? ഇതിനിടയിൽ ആ പത്രോസേട്ടൻ ലോട്ടറി അടിച്ചടാ. എന്റെ ദൈവമേ, നമ്മളെത്ര ലോട്ടറി എടുത്തോ? ഒരു ആശ്വാസത്തിന് ഒരു ചെറു ലോട്ടറി അടിച്ചാ നീ നിലത്ത് നിൽക്കില്ലെന്നറിയാം. ആ, എന്തായി? അനന്ത് വന്നില്ലേ? ഇല്ല ഏട്ടാ. നാശം. ആവശ്യ നേരത്തിൽ വിളിച്ചാൽ ഈ കുന്തം കിട്ടില്ല. മോള് വിഷമിക്കണ്ട, അവൻ സമയത്തിനെത്തും. എന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. ബാങ്കിലോട് പാസ്സാകാതെ വന്നപ്പോ നഴ്സിംഗിന് പോണില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഈ അമ്മയുടെ നിർബന്ധ. കാശ് കിട്ടില്ലെങ്കിൽ പോണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും സമാധാനായിക്കോളും. ശങ്കരേട്ടന് അറിയാലോ, ഇവളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഇവളെ ഒരു നേഴ്സാക്കണമെന്ന്. ശരിടാ. അനന്ത് വന്നല്ലോ. എന്തായി? ചോദിച്ചത്ര കാശ് തരാൻ ബുദ്ധിമുട്ടാന്ന് നാസർക്ക. അതെയോ? കുറച്ചധികം കാശ് തന്നാ ശല്യം ഒഴിവാവോ ബബ്ലുസേ? ഒന്ന് പോയി തരുമോ ഇവിടുന്ന് വെള്ളക്കൊരുങ്ങി? വായേട്ടാ, കാപ്പി കുടിക്കാം. ഹലോ ഹലോ മാധുരി. ഹലോ, മാധുരി, ആരാ? ഐ എം തുഷാർ. മാധുരി, തുഷാർ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഓർമ്മ കിട്ടുന്നില്ല. കാർ ബ്രേക്ക് ഡൗൺ ആയപ്പോ സോറി തുഷാർ, പറയൂ. മാധുരി തിരക്കിലാണോ? എന്താ കാര്യം? സോറി മാധുരി, അന്ന് കണ്ടപ്പോ പിന്നെ നമ്മൾ കണ്ടില്ല. അന്നത്തെ പോലെ നമുക്ക് ഒന്നുകൂടെ കൂടെ. സോറി, അതൊക്കെ പഴയ കഥയല്ലേ. പറഞ്ഞു പറഞ്ഞു. യു ആർ നോട്ടി. അയ്യോ, കുറച്ച് തിരക്കിലായി പോയി തുഷാർ. ആ, ഞാൻ ട്രാവലിംഗിലാ. ഡ്രൈവ് ചെയ്യാ, പിന്നെ വിളിക്കാം. ഓക്കെ? ചുമ്മാ ഒരു സോളമൻ. ദിവസം ഒരു നേരമെങ്കിലും അടിച്ച് വൃത്തിയാക്കണം. ആണുങ്ങൾ മുറ്റടിച്ച വളയൊന്നും ഊരിപ്പോവില്ല. രാഗിണിയമ്മയ്ക്ക് ദിവസം വിളക്ക് വെക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത ദിവസം 3 നേരം വെട്ടിവിഴുങ്ങ. എന്റെ അമ്മ അഭിമാനിയാണെന്ന് അറിയാലോ. ദേ, വേണ്ടാത്ത കൂട്ടും കൂടി അലമ്പുണ്ടാക്കി നടക്കാന്നറിഞ്ഞ ലക്ഷ്മി അടുത്ത വണ്ടിക്ക് ഇങ്ങ് കയറും. എന്താ ഉറക്കം തൂങ്ങ? പോടാ ഒപ്പക്കാളെ. എനിക്കിവിടെ SM കോളേജിൽ പോയാൽ മതി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നിന്റെ വായനോട്ടം നടക്കില്ലല്ലോ.
തള്ളയുടെ താളത്തിന് നീയും തുള്ളി എന്നിട്ട് നിന്ന് മോങ്ങ. എനിക്ക് നഴ്സുമാരെ പണ്ടേ ഇഷ്ടമല്ല. കുന്തം പോലെ നോക്കി നിൽക്കാതെ അനുഗ്രഹിക്കുന്ന പൊട്ട. ഓടി പെണ്ണെ. എടി ലക്ഷ്മി, പോകാൻ നേരായി. ഓ, ഈ പെണ്ണിന്റെ മടി എന്നാ ഭഗവാനെ ഒന്ന് മാറുക. പോ പെണ്ണെ, നേരമായി. അപ്പൊ നീ വരുന്നില്ലേ? ഞാനില്ല. നിന്റെ കാറ് പണയം വെച്ചോ അത് വിറ്റോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. പോയെ പോയെ. ഓടി വരാൻ ഇവിടെ ആരുമില്ല, അറിയാലോ. നന്നായി പഠിക്കണം. മാഷന്മാരുടെ അടുത്ത് തറുതലൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പൊ കടയുടെ നിപ്പ് കണ്ടില്ലേ മാമ? ചുമ്മാ റെഡി. അവനിപ്പോ സമാധാനായല്ലോ. വേഗം വന്ന് കേറ, വണ്ടി പോവാറായി. പോയി വരട്ടെ എന്തോ. ആ ലിയോ, വൈകിട്ട് 4 മണിക്ക് കോഫി ഷോപ്പിൽ കാണാം. ഓക്കെ. സാംസൺ സാറിന്റെ സംഗീതത്തിൽ പാടാനൊരു ചാൻസ് കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. എടോ, കാര്യം എൻ്റെ പടത്തിലാണ് സാംസൺ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്തത്. പക്ഷെ ഇപ്പൊ സാംസൺ തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടറാ. സാർ ഒരു വാക്ക് പറഞ്ഞാ. ശരിയടോ, ഞാൻ വിളിക്കാം. ആഴ്ചയിലൊരു പരുക്കനാണെന്ന് തോന്നിയാലും ആളൊരു ശുദ്ധനാ, കഴിവുകൾ അംഗീകരിക്കുന്ന വ്യക്തി. ട്രൈ ചെയ്. നീ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞങ്ങള് ഡയറക്ടർ നീരജ് സാർ പറഞ്ഞിട്ട് വരിക. സാംസൺ സാറിനെ ഒന്ന് കാണണം. സാംസൺ തിരക്കിലാണല്ലോ, വർക്ക് കഴിഞ്ഞിട്ടില്ല, ലേറ്റ് ആവും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്നിപ്പോ എന്തായാലും വെയിറ്റ് ചെയ്യണ്ട, അടുത്ത ബുധനാഴ്ച ഒന്ന് വിളിച്ചിട്ട് വന്നോളൂ. ഓക്കെ? ശരി സാർ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. മധുരമെഴുതിയൊരധരവും ചിരിയലകളും നിനക്കേകീരതി ഭാവം ജീവനാ
ചീലുത്ത പാട്ടിന്റെ താളത്തിൽ നീ എന്റെ മാനസവാതി തുറന്നു മെല്ലെ മെല്ലെ. നിന്നറു ചന്തവും ചന്ദനഗന്ധവുമെന്നും ഞാൻ തേടി. ഈ നിമിഷം മുതൽ ഞാനിതാ നിൽപ്പൂ നിൻ ചാരേ. ഈ നിമിഷം മുതൽ ഞാൻ സഖി നിൽക്കും നിൻ കൂടെ. മാഞ്ഞു പോയി നൊമ്പരം പ്രണയം പടരും പുതിയായി നാം ഒന്നു ചേരും അഴകേ. നിലാവലിയും രാവിൽ നിറയുമീ അനുരാഗം അറിയുമോ പ്രിയതേ. നിലവിലെ മധുനുകരുവനിലും നാം ഒന്നു ചേരും അഴകേ. ഒരു പാവാടോ. He has some feelings. നീ പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണോ ഐശ്വര്യ പറയുന്നത് വിട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ അയാളെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഞങ്ങളോടൊന്നുമില്ലാത്ത ഒരു അപ്രോച്ച് അയാൾക്ക് നിന്നോടുണ്ട്. നോക്കണ്ട, അയാളെ ഒന്നടുത്ത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഇവന്മാരെയൊക്കെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് മാധുരിക്കറിയാം. മാധു, നീ ഓവറാവുന്നു. ഹി ഫീൽസ് ഇറ്റ്. പലപ്പോഴും എനിക്ക് പോലും മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓ പിന്നെ നീ എന്നെ ബിഹേവിംഗ് പഠിപ്പിക്കണ്ട. മാധുരി ഇത് കുറെ കണ്ടതാ. മാങ്ങയുള്ളപ്പോഴേ മാവില് കല്ലെറിയാൻ പറ്റൂ. അല്ലാതെ വെറുതെ കല്ലെറിഞ്ഞാലേ ഇലകളെ കൊഴിയൂ. വെറുതെ കൊഴിയുന്ന ഇലകൾ. അല്ലേലും നിന്നോട് വേദം ഓതിയിട്ട് കാര്യമൊന്നുമില്ല. ഹലോ നിരൺ, ഹൗ ആർ യു? ഓഫ് കോഴ്സ്, വെൽക്കം. എന്തേ എന്നെ വിളിക്കാഞ്ഞേ? പുലർച്ചെ വരെ കണ്ട ആണുങ്ങളോട് സൊറ പറഞ്ഞു നടക്കുന്ന നിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. നീരൻ റെഡ്ഡി ആയിരുന്നു. ഹൈദരാബാദ് ബേസ് ചെയ്ത് ഇനിയും മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോഡക്റ്റ് ലോഞ്ച് ഇഷ്ടം വല്ലാത്ത ചങ്ങാത്താണിപ്പോ. നിന്നെ അയാൾക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ. റിഗാർഡ്സ് അറിയിച്ചിട്ടുണ്ട്. ഹിസ് എ ബിഗ് ഷോട്ട്. ശരിക്കും എയിം ചെയ്താൽ he will be a bullseye. ശരി, മോൾ ഇവിടെ ബുൾസൈ അടിച്ചോണ്ടിരുന്നോ? ഹായ് ലിയോ. ഹലോ സർ. സോറി ലിയോ, ഞാനൊന്ന് വിളിക്കാൻ വിട്ടുപോയി. ഇത് ലിയോ സിംഗറാടോ. തന്റെ കീഴിലൊരു ചാൻസ് മോഹിച്ച് നടക്കുക. കുറെ നാളായി. തന്റെ സ്റ്റുഡിയോയിൽ അന്ന് അന്വേഷിച്ച് വന്നില്ലേ? ഓ, അന്ന് വർക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. ഇതിനു മുമ്പ് ഏതെങ്കിലും പാടിയിട്ടുണ്ടോ? 1-2 ഡിവോഷണൽ ആൽബംസ് പാടിയിട്ടുണ്ട് സർ. CD ഒന്ന് എത്തിക്കി, ഞാൻ കേൾക്കട്ടെ. ശരി ഓക്കെ, ശരി. പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ. ഇക്കാ മതിയോ? മതി. ആ ശരി, ഓട്ടോണ്ടി വിളിക്കണേക്കാ. ആയിക്കോട്ടെ. പോട്ടെ. ഓക്കെ, ശരി.
യെസ് ചക്രേ, ഹി ഡിമാൻഡ്സ് യു. ഹീസ് എ ബിഗ് മാഗ്നറ്റ്. 2 ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവൂ. നിരൺ ആഗ്രഹങ്ങളൊന്നും പെട്ടെന്ന് പ്രകടിപ്പിക്കാത്ത ടൈപ്പാ. ദൈവദത്തിന്റെ വേറെ ഒരു രൂപം. ദാറ്റ്സ് ഓൾ. നോ മാധു, നീ എന്നെ മറക്കുന്നു. പണത്തിനോടുള്ള ആർത്തി നിന്നെ വല്ലാതെ മോശമാക്കുന്നു. നീ ആർക്കു വേണ്ടി ഇത്ര വാരിക്കൂട്ടുന്നേ? ഇവിടെയെങ്കിലും നിനക്ക് മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിച്ചൂടെ? മധു, നിന്നെ മാക്സിമം ഞാൻ സഹിച്ചു. ഇനി പറ്റില്ല. ലീവ് മീ പ്ലീസ്, ലീവ് മീ അലോൺ. ഷോ കഴിഞ്ഞോ? എന്നെ തന്നെ മറന്ന എനിക്ക് നിന്നെ എങ്ങനെ ഓർക്കാനാകും? അമ്മ ചൂണ്ടിക്കാട്ടിയ മുറിയിലേക്ക് കയറുമ്പോ മുറിക്കുള്ളിലുണ്ടായിരുന്ന നരബാധിച്ച ആൾ നെഞ്ചിലമരുമ്പോ ആരാധന തോന്നിയ സ്കൂൾ ഫ്രണ്ടിന് വെർജിനിറ്റി നൽകിയ ഓർമ്മകളിലായിരുന്നു ഞാൻ. അന്ന് തുടങ്ങി മരവിപ്പ. നീ പറഞ്ഞ ഒരു തരം ആർത്തിയാ. പിന്നീട് എനിക്കാവുന്നത്ര വെട്ടിപ്പിടിക്കാൻ. സെന്റിമെന്റ്സിനൊന്നും ഇവിടെ പ്രാധാന്യമില്ലടൂ. മൂക്കറ്റം വീശി ബോധമില്ലെന്ന് അഭിനയിച്ച് മുന്നിലുള്ളവനെ ആനന്ദിപ്പിച്ച് മയങ്ങി എഴുന്നേക്കുമ്പോ രാവിലെ ഒരു കുളിക്കപ്പുറം ഒന്നുമില്ലെന്നേ. ദിസ് ഇസ് മൈ ബിസിനസ്. ഹാവ് എ കസ്റ്റമർ, ഹാവ് എ സർവീസ്. ദേവദത്തൻ ഈസ് മൈ ക്ലയന്റ്. ഉപദേശിക്കുകയല്ല, കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം നീ. അപരാധി എന്നും അപരാധി തന്നെയാ. ഞാൻ നിനക്ക് തന്ന ഫോൺ തിരികെ എടുക്കുന്നു. ദിസ് ഇസ് ബിസിനസ്. അക്കൗണ്ട്സ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. നീ ഒരു പാവം പെണ്ണ, ഒരു നല്ല കൂട്ടുകാരി. ഞാൻ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ. ടേക്ക് കെയർ. വേഗം ചെല്ലടാ, ചെല്ലടാ. സാർ 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 എന്തോടോ എന്തോടോ വേണ്ടത്? ഐ എം ലിയോ, സിംഗർ, ഹോട്ടൽ ഏകചക്ര. ആരൊക്കെയോ അവന്മാര്? സാർ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. കഴിഞ്ഞ ദിവസം സാറിനെ കണ്ടിരുന്നു. പാടി സോങ്ങിന്റെ CD തരണമെന്ന് പറഞ്ഞിരുന്നു. തനിക്കിത് വീട്ടിലെ ഓഫീസിലൊക്കെ കൊണ്ടുവന്ന പോരടോ. ഓക്കെ ശരി, വിളിക്ക്, അഭിപ്രായം പറയാം. സാർ, സാർ ഒരു ചാൻസ്. ആദ്യം കേൾക്കട്ടോ. ഗുഡ് മോർണിംഗ് സാർ. ആ, തന്റെ വോയിസ് ഞാൻ കേട്ടു. തനിക്ക് ട്രാക്ക് പാടാൻ താല്പര്യമുണ്ടോ? ഉണ്ട് സാർ. അപ്പോ സ്റ്റുഡിയോക്ക് ഞാൻ വിളിച്ചു പറയാം. താൻ ചെന്ന് പഠിക്ക്. താങ്ക് യു സാർ. താങ്ക്സ് എല്ലാം കൊള്ളാം. ഇവന്മാരെല്ലാം തൂര ഇടപാടുന്ന എനിക്കില്ലേ? എനിക്ക് പണിയാവരുത് കേട്ടോ. നമ്മളോട് എന്താ എന്തെങ്കിലും പറഞ്ഞോടോ? ഇല്ല സാർ. എങ്കിൽ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോട്ടെ സാർ. ആ ചെല്ല്. ശരി സാർ. വാടാ. പിന്നെ വായിലെന്തെങ്കിലും കുത്തിക്കയറ്റി വെക്കാം. എന്റെ ജീവിതം വെച്ചാണ്ടാ കളിക്കുന്നത്. എന്റെ കൂമ്പിടിച്ചു പാട്ടം പന്നി നടക്കും. കുറച്ച് വോളിയം കൂട്ടി. സംഭവം കൊള്ളാം. താനന്നം ഒരു കിന്നാരം കളഗാനം നൂപുരനാദം അതൊന്ന് ഹൈപ്പിച്ചില് പാടി. സുരഭിലമാമി പൊൻപൂവാടികളിൽ നാം കാട്ടി
ഞാൻ കഴിഞ്ഞ നമ്മൾ ഏയ്, പറഞ്ഞു പോലെ please. വന്നിട്ടുണ്ട്. നിനക്ക് ഇവിടെ വെച്ചു ഏയ് ഗെറ്റ് ഔട്ട്, പുറത്തു പോയേ. പോ. സോറി. ശ്ശെ. ഇളവെയിലിനെ പുണരാം നൽപൂങ്കാറ്റേ. സാർ തന്റെ കൂട്ടുകാരെ എന്ത് ഇറിറ്റേഷൻ ആണോ? സാർ അത് താൻ തന്റെ കരിയർ ഫോക്കസ് ചെയ്, വെറുതെ കൂട്ടുകൂടി സമയം കളയാതെ. സോറി. ആ ശരി, കാണാം, വിളിക്കാം. താങ്ക് യു സാർ. സ്വന്തം വീട്ടിൽ വിരുന്നുകാരനായി നിൽക്കുന്നതിൻ്റെ അവസ്ഥ അതൊരു വല്ലാത്ത വേദന തന്നെയാണ്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ പുഴയും കടവും പഴയ നീന്തിക്കുളിയും ഒക്കെ ഓ, അതൊരു വല്ലാത്ത അനുഭൂതി തന്നെ. അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടടാ? ആയുർവേദവും അലോപ്പതിയും ചേർന്നൊരു ഫ്യൂഷൻ. ഓ, എന്താ താനീ തീരം വിലക്കെടുക്കാനുള്ള പ്ലാനിലാണോ? ചതിക്കല്ലേ, സർക്കാർ ഭൂമിയാ. മടുത്തടോ. തെളിഞ്ഞ വഴിയെ നടന്നപ്പോൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ മനഃപൂർവ്വം മാറ്റിവെച്ചു. ഏറെ നേടി. ഇപ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? കുടുംബം, സുഹൃത്തുക്കൾ, ചിലപ്പോൾ തോന്നും ഇതെല്ലാം ഒരു അഭിനയമാണെന്ന്. അത് നിന്റെ തിരക്ക് പിടിച്ച ഓട്ടം കൊണ്ടാ. ഒത്തിരി വാരി കൂട്ടിയില്ലേ? അല്ല നന്ദൻ, ഈ ദാരിദ്ര്യത്തിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് സ്വീകരണ മുറിയിലിരുന്ന് ടി വി കണ്ട് ടിൻ ഫുഡ് കഴിക്കുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണ്. അത് ശരിയാ. അതിരാവിലെ എഴുന്നേറ്റ് പുരയിടങ്ങളിൽ പോയി ഞാവലിനും മാവിനും കീഴെ പഴങ്ങൾ പെറുക്കി കഴിച്ചതിൻ്റെ ഓർമ്മകൾ, അതുമാത്രം മതി ഈ തലമുറയ്ക്ക് നഷ്ടമാകുന്ന ജീവിതമൂല്യങ്ങൾ മനസ്സിലാക്കാൻ. തന്റെ ഫീലിങ്സ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് കരുതിയില്ല. ഓരോ NRയുടെ നൊമ്പരമാണെന്ന് മനസ്സിന്റെ വിലാപം. അതാ ഞാൻ പറയുന്നത്, തിരികെ വാടോ എല്ലാട്ടേച്ച്. എന്താ തന്റെ അടുത്ത പരിപാടികൾ? ഒരാഴ്ചയും ഒത്തിരി കാര്യങ്ങളും. അതിരിക്കട്ടെ, എന്തായി തന്റെ പുതിയ പ്രോജക്റ്റ്? ഒരു നല്ല സബ്ജക്റ്റ് ഒത്തുവന്നുണ്ട്. പുതിയ പയ്യൻസാ. കേട്ടപ്പോ ഒരു സുഖം തോന്നി. താനൊന്ന് കേട്ടു നോക്ക്. ആയിക്കോട്ടെ, കേട്ടോളേ. നാളെ ഈവനിങ് പ്രോഗ്രാം ഒന്നും ചാർട്ട് ചെയ്യണ്ട. ഒരു ഗോഡ്സ് ഓൺ കൺട്രി ട്രീറ്റ് എന്റെ വക. ഓക്കെ, ആയിക്കോട്ടെ. ശരി. ഹലോ, എന്താ മോളെ? എന്തു പറ്റിയടാ? എന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയടാ. ഓ, ഇതൊന്നും സിനിമ ആയിക്കോട്ടെ, ചില്ലറ സംഭവമൊന്നുമല്ല. ഒരു ഇന്റർനാഷണൽ സബ്ജക്റ്റാ മോനെ. അവന്റെ ഒരു ഇന്റർനാഷണൽ സബ്ജക്ട് പട്ടി പിടിക്കാൻ. ആദ്യം ഏതെങ്കിലും സംവിധായകരുടെ അടുത്ത് നിന്ന് യെസ് വാങ്ങിക്കാൻ നോക്ക്, എന്നിട്ടാകാം പുളുവടിയും പൊങ്ങച്ചൊക്കെ. പിന്നെ ഇവന്റെ കൂറ സബ്ജക്ട് കേൾക്കാൻ ആൾക്കാരിരിക്കല്ലേ. പോയി ആ ഹോട്ടലിലെ പ്ലേസ് തുടങ്ങാം. അല്ലയോ, താൻ ഇപ്പൊ റൂമിലുണ്ടോ? ഞാനങ്ങോട്ട് വരാം. തന്നെ കൊണ്ടൊരു ആവശ്യമുണ്ടോ? ഹലോ, മോൾക്കൊരു ഗിത്താർ വാങ്ങി. ഇയാൾ പറഞ്ഞു ലിയോ നന്നായി ട്യൂൺ ചെയ്യുമെന്ന്. ഡേവിഡ്, ഇവന്മാരാണോ നമ്മുടെ പുതിയ സബ്ജക്ട് ഡെവലപ്പ് ചെയ്യുന്നത്? പിന്നെ കഥയുമായി നമുക്കൊന്ന് ഇരിക്കണം. എവൻ തിരഞ്ഞെടുക്കുന്ന സബ്ജക്ട് എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. പെട്ടെന്നൊന്നും ഉൾക്കൊള്ളുന്ന ആളല്ല കേട്ടയാൾ. ഒന്ന് പോടാ. ആ, നമുക്ക് അടുത്ത ദിവസം തന്നെ ഇരിക്കണം. ഗിറ്റാർ ഒന്ന് ട്യൂൺ ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായും സാർ. അയ്യോ സ്വാതി, ഹലോ സ്വാതി. നമ്പർ ഒന്നും വേണ്ടേ? എന്തു പറ്റി? ഇന്നലെ എത്ര തവണയാണ് ഞാൻ വിളിച്ചേ? സിറ്റിയില് ഒരു പ്രോഗ്രാം. നുണ പറയരുത്. ഇപ്പൊ ഞാൻ റൂമിലുണ്ട്. ആ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലാന്ന് വെച്ചാ കാര്യം എന്താന്ന് അറിയണ്ടേ? എന്തിനാടാ തരികട കളിക്കുന്നത്?
കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കാര്യം സ്വാതിയോട് പറഞ്ഞില്ലായിരുന്നു? ഏത് കുട്ടിയുടെ? ഏയ്, നീ പറഞ്ഞില്ലായിരുന്നോ? സ്വാതിയേക്കാൾ കാണാൻ ഭംഗിയുള്ള, മുട്ടോളം കാർക്കൊന്തിലുള്ള ഗിറ്റാറിസ്റ്റ് രശ്മിയെ. അതെ അതെ, അറിയിക്കേണ്ട പല കാര്യങ്ങളും നീ ഇവിടെ അറിയിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്നെ കളിയാക്കാണല്ലേ? അപ്പഴേ മക്കള് ചെല്ല്. അവനെ കൂടെ വിളിച്ചോ. അപ്പോ വാടാ. നടക്കട്ടെ നടക്കട്ടെ. പോടാ. ശരിക്കും ആ രശ്മി എന്നെക്കാൾ സുന്ദരിയാ? താനന്നം ഒരു കിന്നാരം കളകാരം നൂപുരനാദം കാതോരം നിൻ പുന്നാരം തൂകിടും പുതിയൊരു നാണം. പുഴയൊഴുകിടും വനയിലെ മൺവഴിയോരം നിറമണിഞ്ഞിടും കനവിന്റെ കൂടൊന്നു നെയ്യാം. നനനനയൊരു മുകിലിന്റെ തൂവൽ ചൂടോ, ഓ ഇളവെയിലിനെ പുണരാം നൽപൂങ്കാറ്റേ. താനേ താനേ നെഞ്ചിലൊരു മോഹം തുടികൊട്ടിടും മേളമോ. ആരോ മൂളും മേഘപദമാണോ, ആനന്ദത്തിന്നലയൊലികളാ. സുരവിലമാമി പൊൻപൂവാടികളിൽ പൂവണിയും താരാവീഥികളിൽ നാം കാത്തിരുന്ന കനി തിരയാം. കാലം മായ്ക്കാത്ത കഥ തുടരാം. താനന്നം ഒരു കിന്നാരം കളഗാനം നൂപുരനാദം. തെന്നൽ കയ്യാൽ കണ്ണു പൊത്തുമ്പോൾ കാണൂ ഞാൻ നിന്നെ ഉള്ളിലാ. തൊട്ടാൽ വിരിയും ചെമ്പനീർ മുട്ടിൽ തഞ്ചി കൊഞ്ചി തഴുകി വെറുതെ. വെൺതേരേറി വരും വസന്തഗീതമുതിരുകയാൽ സ്വർഗം നമ്മിൽ വിടരുകയാൽ. സർ, താൻ പ്രിപ്പയർഡ് അല്ലേ? നമുക്ക് ബുധനാഴ്ച വൈകിട്ട് ഇരിക്കാട്ടോ. താങ്ക് യു സർ. ശരി സർ.
ഇവനെന്താടാ ഒരു വെറുകിനെ പോലെ നടക്കുന്നത്? അത് ഇന്നലെ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. കഥ പറയാൻ ചാൻസ് കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റിൽ ഒരുത്തൻ. എനിക്ക് വല്ലാത്ത ടെൻഷൻ. ഹാ, ഇന്നലെ രാത്രി മൊത്തം നീ ടോയ്ലറ്റിലായിരുന്നല്ലോ. പോയിട്ട് വാടേ, ഇവിടെ നാട്ടിക്കല്ലേ. ആക്കല്ലേ. ഇത്ര പെട്ടെന്ന് ഒരു പ്രൊഡ്യൂസറുടെ കഥ പറയേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ലടാ. നാളെ വൈകിട്ടെന്നല്ലേ നീരജ് സാർ പറഞ്ഞത്? ആ, നമുക്കൊന്ന് ട്രൈ ചെയ്യടാ. എങ്ങാനും നിന്റെ കഥയ്ക്ക് ഒരു ലഡു കിട്ടിയാലോ? നീയാടാ സുഹൃത്ത്. സാർ, സമൂഹത്തിൽ നാം എവിടെയൊക്കെയോ കണ്ടുമുട്ടുന്ന ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമാകേണ്ട തീരുമാനം തെറ്റിപ്പോയി എന്നതുകൊണ്ട് മനസ്സിൽ വേദന ഒതുക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിന്റെ കഥ. മൂല്യമാകേണ്ട തീരുമാനം? സാർ, ഉദാഹരണത്തിന് ഒരു എയർ ഹോസ്റ്റസ്. അവർ ജോലിക്കിടയിൽ കണ്ടുമുട്ടിയ പൈലറ്റുമായി അടുക്കുന്നു. രണ്ടുപേരുടെയും സംസ്കാരം വിഭിന്നമാണ്. വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് അയാളുമായി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ഒരു പെണ്ണ്. കൊള്ളാം. മാസങ്ങൾക്കുള്ളിൽ അയാളിലുള്ള വൈകൃതം അവൾക്ക് ബോധ്യമാകുന്നു. ആ പൈലറ്റിന്റെ ശാരീരിക സൗന്ദര്യത്തിലും വാക്ചാതുരിയിലും ഭ്രമിച്ചു പോകുന്ന ചില യുവതികളിൽ ഒരാൾ മാത്രമാണ് താനെന്ന തിരിച്ചറിവ് അയാളിൽ നിന്നും അകലാൻ അവളെ പ്രേരിപ്പിക്കുന്നു. പെട്ടുപോയ സ്ഥിതിക്ക് അയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ ആ സ്ത്രീ ശ്രമിക്കേണ്ടത്? പരമാവധി അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെക്കുക. അയാളുടെ സുഹൃത്തുക്കൾക്കും ശരീരം പങ്കുവെക്കണമെന്ന അവസ്ഥ വന്നാൽ ഇത്രയും സംഭവിക്കുന്നത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അറ്റ്മോസ്ഫിയറിലാണ്. അമല, ഇപ്പോൾ അവളുടെ ജീവിതം കൊച്ചിയുടെ ഒരു കോണിലാണ്. അല്ലറ ചില്ലറ ഇടപാടുകളുമായി നടക്കുന്ന മാധുരിയുടെ കയ്യിലാണ് അവൾ വന്നു പെട്ടത്. ഇവന്റ് മാനേജ്മെന്റ്, മോഡൽ കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞ് പണമെറിയുന്ന കൊച്ചു മുതലാളിമാർക്ക് കൂട്ടുകാരികളെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു തലൈവി. ഒരു ഇവന്റ് വെച്ചാ ദേവദത്തിനെ അമലയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ബന്ധം ഒരു ക്ലയന്റ് എന്നതിനേക്കാളും ദേവദത്തനും അമലയും നല്ല സുഹൃത്തുക്കളാകുന്നു. 3-4 രാജ്യത്തായി പരന്നിറക്കുന്ന ഒരു IT കമ്പനിയുടെ ഡയറക്ടറാണ് ഈ ദേവദത്ത്. ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ഒരിക്കൽ പോലും അംഗീകാരം കിട്ടാത്ത നിഷേധാത്മകവും പ്രകോപനപരവുമായ ഒത്തിരി മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ധനാഢ്യായ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്ന ഒരു നന്മയുള്ള മനുഷ്യൻ. ബിസിനസ് മാഗ്നറ്റ് നിരൻ റെഡ്ഡിയുമായുള്ള ഡീലിന് വഴങ്ങാതെ വരുന്ന അമല മാധുരിയുമായി ഇവിടെ ഉടക്കി പിരിയുന്നു. ഹലോ, ഗ്രീൻലാൻഡ് ടാക്സി സർവീസ്. അതെ, പറയൂ മാഡം. ഞാൻ സുകുമാരൻ. മാഡം, എപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് വേണ്ടത്? നാളെ 8 മണിക്ക്. നാളെ രാവിലെ 8 മണിക്ക്. മാഡം, അഡ്രസ് ഡീറ്റെയിൽസ് SMS ചെയ്യാം. AC or non AC? AC. Okay, thanks. Have a nice day, ma'am. Okay. ശരി ശരി ശരി, ഓക്കെ, ശരി. ആ, അനന്തു അല്ലേ? അതെ, ആരാ? ട്രാവൽസ് സുഖുവാണ്. ഒരു അർജന്റ് ഓട്ടോ ഉണ്ട്. ഞാൻ കുറച്ച് തിരക്കില്ല. അനിയോട് പറഞ്ഞപ്പോ തന്നെ വിളിക്കാൻ പറഞ്ഞു. പറ്റില്ല, എനിക്ക് വേറെ ഓട്ടോ ഉണ്ട്. പ്ലീസ് അനന്തു. പറ്റില്ല. ഇന്നലെ ബുക്ക് ചെയ്ത കേസാ. നിങ്ങളുടെ അടുത്ത് തന്നെയാ. കസ്റ്റമർ ഉടയ്ക്കാൻ മുതലാളി എന്റെ പണി തെറിപ്പിക്കും. നിങ്ങളുടെ ഓഫീസർ എത്തിക്കാം. ആ, മതി മതി മതി. ഒരു 500 രൂപയാവും. ഓ, ഒരു മിനിമം ഓട്ടോ അല്ലേടേ. പറ്റില്ലെങ്കിൽ വേറെ ആളെ നോക്കിയോ. ശരി ശരി, ഞാൻ അഡ്രസ് SMS ചെയ്യാം. ആ, ശരി. പുര കത്തുമ്പോ വാഴ വെട്ടല്ലട തെണ്ടി. എട്ട് മണി കഴിഞ്ഞിട്ട് 8:30 കഴിഞ്ഞു സുകുമാര. പുറപ്പെട്ടിട്ടുണ്ട് മാഡം, ഉടനെ എത്തും. സിറ്റിയിൽ ഭയങ്കര ബ്ലോക്കാ. ബ്ലോക്ക് എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് ആക്കല്ലേ സുകുമാര. ഓക്കെ. മാഡം, ഗ്രീൻലാൻഡിൽ നിന്നാ. ടാക്സിയാണ് ഞാൻ പറഞ്ഞത്, ഗുഡ്സ് വണ്ടിയല്ല. ഒരാൾക്ക് പോയാൽ ധാരാളം മതി. ഓഫീസിൽ ചെന്നാൽ വേറെ വണ്ടി കിട്ടും.
ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. ഫോൺ ചെയ്യുമ്പോ എന്താ അവന്മാരുടെ ഒരു ഉത്തരവാദിത്തം? ഓ ശരി മേഡം, ഓക്കെ മേഡം. ഈ വണ്ടി ഒന്ന് ഇടയ്ക്ക് വൃത്തിയാക്കി കൂടണം. എന്നോട് ദേഷ്യപ്പെടണ്ട മാഡം. 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചത്. സോറി മാഡം. മൈ ഫെയ്ത്ത്. ഇങ്ങനെ അല്ലറ ചില്ലറ ഇടപാടുകളുമായി ജീവിച്ചു പോകുന്നു മാഡം. എന്തു പറ്റി? ഒരു മിനിറ്റ്. മണിയടിക്കാനും സമ്മതിക്കില്ല അല്ലേ? മഴക്കോട് കണ്ടപ്പോഴേ തോന്നി പണി തരും. കൈ 10 രൂപ വയ്ക്കാൻ സമ്മതിക്കില്ല. എന്തു പറ്റി? സോറി മാഡം, വണ്ടി ഒന്ന് മിസ്സിംഗ് ആയി. ഇനി എന്താ ചെയ്യാ? മേഡം ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വിളിക്കട്ടെ. ബാബുട്ടാ, എന്താണ്ടാ? എന്തോ ഒരു ചെറിയ മിസ്സിംഗ്. നിന്റെ വണ്ടി ഇന്നും പൂജയ്ക്ക് വെച്ചാ? എല്ലാ ദിവസവും നിന്റെ വണ്ടിക്ക് മിസ്സിംഗ് ആണല്ലോ. ഒന്ന് പെങ്ങളെ, രക്ഷപ്പെടണമെങ്കിൽ ഈ വണ്ടി കയറിക്കൂ. എന്നാ അതേ കയറിക്കോ മാഡം. ആ സ്റ്റാർട്ട് ചെയ്. ഇതായിരുന്നല്ലേ കംപ്ലൈന്റ്? ആ പഴയ വണ്ടിയല്ലേ, പിണങ്ങും. എന്നാലും ഓടിക്കോളല്ലോ. പിന്നെ ഹലോ മാഡം, 7 മണിക്കല്ലേ? ആ വരാം വരാം. മാഡം വീടെത്തി. മാഡം മാറണം, പണിയാവോ? മാഡം 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 സൂക്ഷിച്ചു. ഓരോ ഇന്നത്തെ പണി ചുറ്റി. അനന്തു, അനന്തു, എന്തു പറ്റി? വണ്ടിക്ക് എനി കംപ്ലൈന്റ്? നിക്കണ നിപ്പ് കണ്ടില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. എന്താ ഒരു വിചിത്ര ജീവിയെ കാണുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ കുറച്ച് കഴിച്ചു. കുറച്ച് കഴിച്ചെന്ന് മനസ്സിലായി.
സോറി, കുറെ കഷ്ടപ്പെട്ടു അല്ലേ? കയ്യിലെ കാശ് കൊടുത്ത് ക്ലീൻ ചെയ്ത് സുന്ദരിയാക്കിയ വണ്ടിയാ. വാളൊരൊടുക്കത്തെ വാളാട്ടോ. കുറെ വാള് നമ്മൾ എടുത്തിട്ടുണ്ട്. അമ്പലത്തിലെ വെടിപൊട്ടനെ കേട്ടപ്പോഴാ സമയം മനസ്സിലായേ. പിന്നെ ഒന്ന് നടന്നു നിർത്താൻ കിടന്നതാ, മയങ്ങിപ്പോയി. എനിക്കങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ ഇതൊരു ശീല അല്ലേ? അപ്പോ ഞാൻ ചലിക്കട്ടെ? ഒരു മിനിറ്റ്. ആ. ഇത് വെച്ചോ. കണക്കെല്ലാം പറയാം. വൈകിട്ട് 5 മണിക്ക് എനിക്ക് സിറ്റി വരെ പോണം. വരൂല്ലോ അല്ലേ? വരാ. ഇന്നും വാളെടുക്കേണ്ടി വരുമോ? എനിക്ക് വലിയൊരു ചങ്ങല കൊണ്ടുവരാ. കാറ്ററിംഗ് കഴിഞ്ഞ് വണ്ടി ക്ലീൻ ആക്കിയിട്ടുണ്ടായില്ലടാ. ആദ്യം ഒന്ന് ചൂടായെങ്കിലും ഗതികേടുണ്ടായി അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴേ വണ്ടി പിന്നെയും പണി പറ്റിച്ചു. നമ്പർ കൊടുക്കുമ്പോൾ അവരൊരിക്കലും വിളിക്കുന്നു വിചാരിച്ചില്ല. ശ്രീധരേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് വിളി വന്നത്. ചെന്നപ്പം മാഡം നല്ല ഫിറ്റായിരുന്നു. കാശ് കിട്ടാണ്ട് നമുക്ക് പോരാൻ പറ്റുമോ? കുറച്ച് കൊതുകടിയും മഞ്ഞും കൊണ്ട് കിടന്നാലെന്താ? രൂപ 2000 അല്ലടാ പോക്കറ്റ് വന്നേ. ഉള്ളോന്റെ കഴപ്പാണടേ, ഇല്ലാത്തവന്റെ പിഴപ്പ്. കുഴപ്പമില്ല, ആള് കമ്പനിയാടാ. അപ്പൊ അതാണല്ലേ ഇന്നത്തെ ചെലവിന്റെ കാര്യം. അത് പറ. കളിയാക്കിയത് മതിയാണല്ലോ. അന്നത്തെ പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. ആ, അതിന്റെ ഐശ്വര്യം മുഖത്ത് അറിയാനുണ്ട്. നല്ല ആളുകൾ കൂടുമ്പോ അതങ്ങനെയാ. കുറച്ച് തിരക്കുണ്ട്. എന്നാ വണ്ടി വിട്ട മാഷെ. അങ്ങനെ അങ്ങ് വിട്ടുപോയാ വണ്ടി ഓടാൻ, ഡീസൽ അടിക്കാൻ. ഈ 24 മണിക്കൂർ നെട്ടോടെ ഓടിക്കിട്ടുന്ന പണം ഏത് ബാങ്കിലാ ഡെപ്പോസിറ്റ് ചെയ്യുന്നേ? ഇതുപോലൊരു പിശുക്കനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ. പ്രാരാബ്ധക്കാരനാ, ജീവിച്ചു പോക്കോട്ടെ. ഇന്നെന്തായാലും എന്റെ പണമില്ല. കണവ് എഴുതിക്കോ. ദാ. ആ പഴയ ഫോണിൽ തൊട്ട അസുഖം വരും. നരച്ചു കൂറയായ ഇത്തരം ഷർട്ടിന് എന്റെ കൂടെ വന്ന വലിച്ചു കീർ കളയും ഞാൻ. താങ്ക് യു. വിളിച്ചാ മതി. അനന്തോ, ഇതൊരു കരക്കടിയാനുള്ള പോക്കാണ്. നീ എന്താണ് ഒരു അർത്ഥം വെച്ച്? യോഗം യോഗം എന്നുള്ളത് വഴി തങ്ങൂലടാ മോനെ. ഇങ്ങനെ ആക്കി സംസാരിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത്? കണ്ണടച്ച് പാല് കുടിക്കാൻ നോക്കല്ലേ മോനെ. പിടിച്ചോ പിടിച്ചോ, വഴുതി പോവാണ്ട് നോക്കണേ. ഇതൊക്കെ തന്നെയാടാ ലോട്ടറി. നിന്റെ ഒരു കാര്യം. ഹലോ. ആ മാഡം. ആ, ബാംഗ്ലൂരിൽ നിന്ന് എത്തിയോ? ഞാനൊരു ഡ്രൈവിംഗിലാണല്ലോ. ആ, വൈകിട്ട് കാണാം. ആ, ശരി. പറക്കുന്നവനെ പിടിച്ച അഹങ്കാരമായിരുന്നു. ഇനിയെങ്കിലും കണ്ണു തുറന്ന് ചിന്തിക്ക്. ആവശ്യം കഴിഞ്ഞ് തള്ളിവിട്ടപ്പോ പാഴായി പോയില്ലേ ഈ ജന്മം. കൂടപ്പറപ്പായി പോയതുകൊണ്ട് കുടുംബക്കാരുടെ പഴി കേട്ട് മടുത്തു ഞാൻ. ഇനിയെങ്കിലും ബാക്കിയുള്ളവരെ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. ഗുഡ് ഈവനിങ് മാഡം. ആ, ഇരിക്കി. സിനിമയ്ക്ക് ഇറങ്ങിയതാ. അപ്പോഴാ മാഡത്തിന്റെ വിളിയോർത്തത്. ചെയർലേഡി ആയിരുന്നു. അതാവുമ്പോ കുറച്ചധികം കാശ് കിട്ടും. മണലേ, ഈ പുഴമണല് ഒരാഴ്ച പണിതാ കിട്ടുന്ന കാശ് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. എന്താ ബാംഗ്ലൂർ വിശേഷം? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നാളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. അനന്തു. ആ, എന്താ? ആകെ ഒരു വിഷമം. എന്താണെന്ന് അറിയില്ല. ടെൻഷനായപ്പോഴാ
ഞാൻ അനന്തുനെ വിളിച്ചത്. അപ്പോ താൻ ഫോൺ എടുക്കണില്ലായിരുന്നു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഈ പാതിരാക്കോ? ഞാനാണെ കാറും എടുത്തിട്ടില്ല, ശശിയേട്ടന്റെ വണ്ടിയിലാ വന്നത്. എന്തു പറ്റി? അനന്തുന് ഇന്നിവിടെ എനിക്ക് കൂട്ടായിട്ട് നിൽക്കാൻ പറ്റുമോ? ആരും കൂട്ടില്ലാണ്ട് ചിലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അയ്യോ, കിച്ചണിൽ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വരാട്ടോ. നിങ്ങൾ വിട്ടോ, സിനിമയ്ക്ക് ഞാനില്ല. അല്ലടാ, എനിക്ക് വേറെ കുറച്ച് കാര്യമുണ്ട്. ആ ശരി. എന്താ മഞ്ഞു കൊണ്ടിരിക്കുക? ഞാൻ വെറുതെ ഈ ഗെയിം കളിച്ച്. അനന്ത കിടക്കുന്നില്ലേ? മാഡം കിടന്നോളൂ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ഉറങ്ങുന്നുള്ളൂ. അതെന്താ? ആർ യു വെയിറ്റിംഗ് ഫോർ എനി കോൾ? ഇല്ലില്ല. ശല്യമില്ലെങ്കിൽ ഞാൻ കൂടി കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ. മഞ്ഞു കൊണ്ട് ഈ നിലാവിലിരിക്കുമ്പോ നല്ല രസം തന്നെയാ. ജീവിതത്തിൽ പലരും ആഗ്രഹങ്ങൾക്ക് പിറകെ പോയി ഇത്തരം അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ആശിക്കാൻ പോലും അവകാശമില്ലാണ്ട്. ഈ സ്മോക്കിങ്ങും ഒരു അഡിക്ഷനാ. അഡിക്ഷനായ പിന്നെ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സൗണ്ട്ലെസ്, ഔട്ട് ഓഫ് ഫോക്കസ്, ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളായിരിക്കും. ഓക്കെ, യു ജസ്റ്റ് ക്യാരി ഓൺ. എനിവേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തേ റൂമിൽ കിടക്കാൻ? ഞാൻ വിരിച്ചിട്ടിരുന്നല്ലോ. TV കണ്ടു കിടന്നു, പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. എന്തായാലും വട്ടായി പോയില്ലല്ലോ. ചില മാനസിക രോഗികളെ പോലെ കുറെ ചിരിച്ച് കുറെ കരഞ്ഞ് കൊച്ചു പിള്ളേരാന്നാ വിചാരം. അയ്യേ, ഛേ, നാണക്കേട്. ആ, ഹലോ, എന്താ മാഷേ? പറയടി കുരങ്ങി, നീ എവിടെ ഇപ്പോഴും മരം കയറി നടക്കുവാണോ? പോടാ ഒപ്പ കളെ. ഓ പിന്നെ പിന്നെ നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. ടിക്കറ്റ് എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ലടാ നീ ഇന്നലെ സിനിമക്ക് വരാണ്ടിരുന്നത്. അല്ലടാ, ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ വലിയ കാര്യം. സിനിമയ്ക്ക് വരാന്ന് വെച്ച് ഇറങ്ങിയതാടാ. പിന്നെ ടിപ്പർ ഓടിക്കുമ്പോഴാണ് ആ മാഡം ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ട് വിളിച്ചത്. നേരിട്ട് കാണണമെന്ന് പറഞ്ഞ കാരണം ഞാൻ അവിടം വരെ ഒന്ന് പോയി. അപ്പോൾ ദേ അവർ സെൻറ്റി അടിച്ച് കണ്ണും നിറഞ്ഞ് നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്ന്. ഒന്ന് കൂട്ടായി നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മറുത്തു പറയാൻ പറ്റിയില്ലടാ എനിക്ക്. മറുത്തു പറയാൻ പറ്റില്ല, അതങ്ങനെ ആളെയാ. ഒന്ന് പോടാ, നിനക്കൊക്കെ ഈ ഒരൊറ്റ വിചാരമല്ലേ ഉള്ളൂ. അവർ നമ്മളെപ്പോലെ ഒന്നും അല്ലടാ, പരിഷ്കാരികളാ. മാധുര്യമായി ഉടക്കല്ലേ? അതിനെന്താ, കൂട്ടിന് പുതിയൊരു സുഹൃത്തിനെ കിട്ടിയില്ലേ? മോർണിംഗിൽ ഒരു കോൾ ഉണ്ടായിരുന്നു. താൻ എന്നും പറയാറുള്ളത് പോലെ അവൾ വിളിച്ചു. സഞ്ജന, സമൂഹത്തിൽ എന്റെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൾ. റിയലി സർ? ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. അതിന്റെ തിളക്കം സാറിന്റെ മുഖത്ത് കാണാനുണ്ട്. ഓ, താങ്ക്സ് ടു ഗോഡ്. അവള് ബാംഗ്ലൂർ വരുന്നുണ്ട്. ഐ ഷുഡ് മീറ്റ് ഹെയർ ഓൺ 20th നെക്സ്റ്റ് മന്ത്. വരും സർ. അങ്ങേ മിസ് ചെയ്തതിൽ അവർ ഒത്തിരി വേദനിക്കുന്നുണ്ടാവും. ഐ ആം ഷുവർ ഷീ വിൽ ബി ബാക്ക് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഫോർ യു. യെസ്, ഷീ വിൽ ബി ബാക്ക്. സൂക്ഷിച്ച്.
എന്താ അത് പിള്ളേരെ പോലെ? ശരിക്കും വല്ല തന്നെ. ആ മുനമ്പ് വരെ നടന്നിട്ട് വരാം. മാഡം നടന്നിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. ഇങ്ങനെ മടിയനാവാൻ ഞാൻ സമ്മതിക്കില്ല. വാ ഇങ്ങോട്ട് വാ. ദേ കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ ഒരു രസമല്ലേ? മച്ചു കൊള്ളല്ല. എന്താണ് കൂട്ടാ, ചേച്ചിനെ കൊണ്ട് കറങ്ങാൻ വന്നാണ്? ഒന്ന് വഴി മാറി നിൽക്കും മിസ്റ്റർ. അങ്ങനെ അങ്ങ് പോയാലോ? എന്താണ് ചേച്ചി ഇവിടേക്ക് അങ്ങോട്ട് പിടിച്ചാ? ചേട്ടന്മാരെ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ശല്യത്തിനും വന്നില്ലല്ലോ. ഞങ്ങളും ശല്യത്തിന് വന്നില്ലല്ലോ. ചോദിക്കട്ടെ. മാഡം എവിടെ പോകുന്നു? ഇല്ല മച്ചു, മുമ്പിനി ഒന്നിനുമില്ല, നിർത്തി. കളി കുറെ കണ്ടിട്ടുള്ള മച്ചു, നിങ്ങൾ വെറുതെ സീനാക്കല്ലട്ടാ. പോടാ പോടാ പോ. ചേട്ടൻ പുലിയാണട്ടാ. അതെടാ പുലിയ. കളിക്കില്ലെന്ന് എന്താണ് ഭയ? വാ മാഡം. പണി പാളിയിട്ടാ, ഇന്നത്തെ കാണി ശരിയല്ല. എന്റെ ജീവിതം തെറ്റിപ്പോയി. എന്നെ സ്നേഹിച്ചവർക്കെല്ലാം ഞാനൊരു മോശക്കാരിയായി. എന്റെ മനസ്സറിയാൻ സാധിക്കുന്നുണ്ടോ അനന്തോന്? മാഡം ഒരു പാവാന്ന് മനസ്സിലായി. അടുപ്പുള്ളവര് അല്ലോന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. അനന്തു, മുതലുള്ള അനന്തുവിന്റെ വാചക കസർത്തുകൾ, സാഹചര്യം മൂലമുള്ള അവന്റെ പിശുക്കുകൾ, ഇതെല്ലാം അവളിൽ കൗതുകം ഉണർത്തി. മദ്യപിച്ച് ലക്കുകേട്ട അമലയെ കെയർ ചെയ്ത അവന്റെ വിശ്വസ്തത, വെറിയന്മാരിൽ നിന്നും തന്നെ രക്ഷിച്ച അവന്റെ തന്റെ ഇടം, ഒരു ലൈഫ് സെക്യൂരിറ്റി അവനിൽ അവൾക്ക് തോന്നിപ്പോകുന്നു. ബാംഗ്ലൂരിൽ സഹോദരിയെ കാണാൻ ചെന്ന അമലയ്ക്ക് ഏറെ പഴി കേട്ട് തിരികെ വന്ന സാഹചര്യത്തിലാണ് രാത്രി അനന്തുവിനോട് കൂടെ നിൽക്കാൻ അമല റിക്വസ്റ്റ് ചെയ്യുന്നത്. മുൻ അനുഭവമുള്ള സ്ഥിതിക്ക് അമല പുതിയ റിലേഷൻ ഒരു ഗ്യാപ്പ് ഇടേണ്ടതല്ലേ? അത് സിറ്റുവേഷനാണ് ഡേവിഡ്. ദേവദത്തനുമായി അത്തരം ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്ര പെട്ടെന്നൊരു മാനസിക അടുപ്പം. ഒറ്റപ്പെടലിൽ അകപ്പെട്ടു പോകുമ്പോൾ തന്നെ അംഗീകരിക്കുന്ന ഏത് ചെറിയ വ്യക്തിയുടെ മുന്നിലും മനസ്സ് തുറന്നേക്കാം. അയാളുമായി അടുക്കണമെന്ന് മനസ്സ് തോന്നിപ്പിക്കും. ഒരു ലൈഫ് സെക്യൂരിറ്റി അവനിൽ അവൾക്ക് തോന്നിപ്പോകുന്നു. ഒരുപക്ഷെ അവൾ ആദ്യം തിരഞ്ഞെടുത്ത പുരുഷനിൽ ഉണ്ടാകാതിരുന്നതും അതാണ്. ദേവദത്തൻ സഞ്ജനയുമായി റീയൂണിയന്റെ സാധ്യത വരുന്നതും അമലയെ അനന്തുവിനോട് അടുക്കാൻ പ്രേരിപ്പിക്കാം. നിന്നെ കാണാൻ കിട്ടുന്നില്ല അനന്തു. ആ ശങ്കരേട്ടനോ? കുറച്ച് തിരക്കില്ല, ഇരിക്ക്. ആ എയർ ഹോസ്റ്റസിന്റെ ഓട്ടം കിട്ടാറുണ്ടല്ലേ? കവലയില് പിള്ളേര് പറയണത് കേട്ടതാ. നാട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടിയാ പോരെ, നീ ഫുൾ ടൈം അവിടെയാന്ന്. ഒരാള് നന്നാവുന്നതും കണ്ടുകൂടാ. എയർ ഹോസ്റ്റസ് ആയിരുന്നു, ഇപ്പോ സിറ്റിയിൽ ബിസിനസ് നടത്തുക. പഠിച്ചതും വളർന്നു ബാംഗ്ലൂരാന്നേ ഉള്ളൂ, മലയാളിയാ. ഇപ്പൊ ഒരു ഓട്ടോ ഉണ്ട് ശങ്കരേട്ടാ. അവരുടെ ഓട്ടോ ആണോ? ആ അല്ല അല്ല, വേറെയാ. ആ ലക്ഷ്മി ഇന്നലെ വിളിച്ചിരുന്നു. അനന്തു ഇപ്പൊ അങ്ങോട്ട് വിളിക്കാറേ ഇല്ലേ?
ഇങ്ങോട്ട് ഫോൺ വിളിച്ച് എടുക്കാറില്ലെന്നും പറഞ്ഞ് അവള് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്ക് വട്ട. ആ പോത്തിനോട് വായി നോക്കി നടക്കാണ്ട് ശരിക്ക് പഠിക്കാൻ പറ. അവൻ ആ പുഴമ്പള്ളയില് പണിത വീട്ടിലെ ഓട്ടോ ഉണ്ട്. ആകെ തിരക്കില. വണ്ടി ഓടിക്കുമ്പോ ഫോൺ എടുക്കാൻ പറ്റുമോ? പോലീസുകാർ ക്യാമറയും കൊണ്ട് നിൽക്കുമല്ലേ. പെണ്ണിന് പറഞ്ഞാ മനസ്സിലാവണ്ടേ ഏട്ടാ. സുശീലാമേ, ഞാൻ പോണു. വീട് അടച്ചോളൂ കേട്ടോ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ് സർ. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഫാന്റാസ്റ്റിക്. സമ്മതിച്ചിരിക്കുന്നു. ഐ എം സോറി. വെരി സോറി അനന്തു. അനന്ത് പുറത്തു പോയിരിക്കുക. യു ആർ വെരി ഇൻട്രസ്റ്റിംഗ് അമല. ആർ യു സീരിയസ്? സ്വയം കെട്ടയച്ചു വിട്ട ജീവിതം. പക്ഷേ എപ്പോഴേക്കോ തനിച്ചാവുമ്പോ പിന്തിരിഞ്ഞു നോക്കാൻ ഭയമാവുന്നു സാർ. എന്റെ തീരുമാനം ശരിയാണോന്നറിയില്ല. പക്ഷേ ഒന്നറിയാം, അനന്തു എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ അടുത്തുള്ളപ്പോ ഐ ഫീൽ ഐ ആം മോർ സേഫ്. ബിലീവ് മാൻ, നഷ്ടമായ ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കാതെ നല്ല നാളെ പ്രതീക്ഷിക്കേ. സർ, ഞാൻ ഹേട്ട് ചെയ്യുന്നുണ്ടോ? നെവർ അമല. നാം സ്നേഹിക്കുന്നവർ ഏറ്റവും സന്തോഷിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആനന്ദം നിറയാറ്. മനസ്സിനൊരു തോന്നൽ തന്നെ വന്നൊന്ന് കാണണമെന്ന്. പിന്നെ അനന്തുവിനോട് എന്റെ അന്വേഷണം പറയാൻ മടക്കണ്ട. പോട്ടെ. ഓക്കെ സർ. അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അനന്തുവിനെ കുറെ കാത്തിരുന്നു. മൊബൈലിൽ ട്രൈ ചെയ്തു, പക്ഷെ നോട്ട് റീച്ചബിൾ ആയിരുന്നു. ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് അദ്ദേഹം പോയത്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള, സ്നേഹിച്ചിട്ടുള്ള, ആശ്വാസം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അനന്തോൻ എന്നോടെന്തെങ്കിലും എന്താ അല്ലു? എന്താണാവോ? ഞാൻ പുറത്തു പോയിട്ട് വരാം. എന്ത് ധൈര്യ പെണ്ണ നീ കാണിക്കുന്നേ? ആ ചെറുക്കന് ചോദിക്കാനും പറയാനും ആളില്ലേ? ദേവൻ എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോ നുണ പറയാന്നാ ഞാൻ കരുതിയത്. മധു, എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാനാണ് നിന്റെ വരവിന്റെ ഉദ്ദേശമെങ്കിൽ നമുക്കൊരു കാപ്പി ഒടിച്ചു പിരിയാം. നീ കൂടുതൽ കുശുമ്പി പെണ്ണായിരിക്കുന്നു. ഇക്കിളി പ്രായത്തിൽ ഇതുപോലൊരു ചെല്ലച്ചാത്തം നല്ലതാ. കൂവി തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും ഒരു മൂപ്പായാൽ അവൻ വേറെ കൂട് തേടി പോകുന്നതുവരെ നിനക്ക് അവനെ തീറ്റിപ്പോറ്റി വളർത്താം. വളർത്തണോ കൊല്ലണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ പ്രശ്നങ്ങളിൽ ആരും ഇടപെടണമെന്നില്ല. എന്താ, നിനക്കെന്നെ ഇറിറ്റേറ്റഡ് ആയി തോന്നുന്നുണ്ടോ? മധു, എനിക്കിപ്പോ നിന്നെ ഭയാണ്. നന്ദിയുണ്ട്, ഏറെ നന്ദി. ആ ദിവസം ഞാൻ അങ്ങനെ പെരുമാറിയതും എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കാം. നീ ഇപ്പോഴൊരു സ്വപ്നജീവി തന്നെ. മുത്തശ്ശിക്കഥകളിലെ ഗന്ധർവനെ സ്നേഹിക്കുന്ന ഒരു സുന്ദരി പെണ്ണ്. നിന്നെ പോലെ ഒത്തിരി പേരെ സംരക്ഷിച്ചിട്ടുണ്ട് ഞാൻ. ഒരു മധുര 17 അംഗം തുടങ്ങിയതാ, അറിയാലോ.
ആദ്യം അറിഞ്ഞവരിൽ നിന്ന് പടി വാങ്ങാൻ ലജ്ജയായിരുന്നു. പിന്നെ പിന്നെ അതൊരു ആർത്തിയായി. ഒറ്റയ്ക്കുള്ള ഓട്ടത്തിൽ ചിലപ്പോഴെങ്കിലും എന്നെ മനുഷ്യനായി ചിന്തിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ സ്നേഹത്തിൽ എന്നേക്കാൾ മുമ്പേ നിന്നെ സേഫാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സത്യമായിട്ടും അല്ലോ, ഞാൻ നിന്നെയെന്നല്ല ഒരു പെണ്ണിനെ മിസ്യൂസ് ചെയ്തിട്ടില്ല. ഇതും ഒരഭിനയമാണോ? ഒരു മോശ സ്ത്രീയായി മാത്രം എന്നെ കാണില്ലേ അല്ലോ. അങ്ങനെയൊക്കെ തന്നെ. അത് കുഴപ്പമൊന്നുമില്ല. ആ അത് ഇന്നലെ അല്ലേ? അതെ വന്നല്ലോ. ആ ആളിയാ എവിടെയാടാ? അതൊന്നും കുഴപ്പമില്ലടാ. വന്നല്ലോ. ആ നിന്നിപ്പോ കാണാൻ കിട്ടണല്ലോ എന്തു? ഞാൻ ഇവിടേക്ക് ഉണ്ടെന്നേ. വീട് വൃത്തിയാക്കിയിട്ട് കുറച്ചായി. ഒന്നിനും സമയം കിട്ടുന്നില്ല. എങ്ങനെ സമയം കിട്ടാനാ? അവന് ഡബിൾ ഡ്യൂട്ടി അല്ലേ? എന്താടാ മുതലിന്റെ പേര്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ലെന്നേ. അവര് ഡീസന്റാ. ഡീസന്റാ. ഗ്രീൻലാൻഡിൽ വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് അടിച്ച് ഫിറ്റായ ടീംസിനെ കൊണ്ടുവിട്ടിരുന്നത് ഞാനാ. എന്റെ കയ്യിൽ നിന്നല്ലേ അവന്റെ കയ്യിലേക്ക് പോയത്. വലിപ്പം കൂടിയ കേസാ. നീ പറഞ്ഞതും കേട്ടാ ഹിപ്പി പിജു മതിൽ ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ പൊങ്ങിയത് പോലീസ് സ്റ്റേഷനിലാ. ഹൈ കോണ്ടാക്ട്സ് ഉള്ള പാർട്ടീസാ. നമുക്കൊന്നും മുട്ടാൻ പറ്റിയ കേസല്ലിയാ. നിനക്ക് മതിയാവുമ്പോ ഒരു ചാൻസ് തരണേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവരങ്ങനത്തെ ടൈപ്പല്ല. പെണ്ണുങ്ങളുടെ കാര്യം പറയാൻ നമ്മളെന്താ കടിപിടി കൊടുക്കുന്നത്? വിട്ടടാ വിട്ടേ. ഇവനല്ലേ ഇപ്പോ അവരുടെ പാപ്പാൻ. മേച്ച് നടക്കുമ്പോ നല്ല സുഖം ഉണ്ടാവും. തൊട്ടും പിടിച്ചും കളിച്ചും കുളിപ്പിച്ചും ഇവനെന്നെ അറിയില്ല. നീ വിട്ടടാ. ഇവൻ ഈ വഴി കൂടി പോകുന്ന അടി എപ്പോഴും ഇറന്നു വാങ്ങുന്ന എന്തിനാ? കളയടാ. എടാ അവൻ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അനുഭവിക്കട്ടെ. ആ ഷാർപ്പ് 6:30 ഐ വിൽ ബി ദേർ. ഓക്കെ? നിനക്ക് ഇപ്പൊ തന്നെ പോണോ? അനന്തു എത്തിയാ നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം. ഇല്ല, ആകാശ് ഗ്രൂപ്പിന്റെ ഒരു ലോഞ്ചുണ്ട്. 1-2 VIP-കളും. ഈ തിരക്കൊക്കെ മാറി എന്നാ മാധു നീ ഒരാൾക്ക് പിടികൊടുക്കുന്നേ? പറയാതിരിക്കാൻ എനിക്കാവില്ല. അമല, ദേവ് നിന്നെ ഏറെ സ്നേഹിക്കുന്നു. He is more matured, rich, lovable, better, I think. ഉപദേശിക്കാൻ ഞാൻ അർഹയില്ല. ഒരു തീരുമാനത്തിന്റെ വേദനയിൽ നിന്നും ഇനിയും മോചിതയാകത്ത നീ എപ്പോഴും ഒരു കരുതൽ വേണം. പറഞ്ഞത് ഓർമ്മ വേണം. ഓക്കെ, ബൈ. ബൈ. ബൈ ബൈ. ടേക്ക് കെയർ. എന്താ തുറച്ചു നോക്കുന്നേ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. കൂട്ടുകാരി എന്തു പറഞ്ഞു പിരിഞ്ഞു? ഒരു ചെല്ലച്ചാത്തനാണ്, സൂക്ഷിച്ചോണം. കൂട്ടിൽ കയറാതെ നടക്കുന്നത് സൂക്ഷിച്ചോണം. എന്തുപറ്റി? ഞാൻ തൊട്ടതല്ലേ ഉള്ളൂ. ഷോ, ചതഞ്ഞിട്ടുണ്ടല്ലോ. ആൽത്തര വെച്ചൊരുന്തും തള്ളു. മറിഞ്ഞു വീണപ്പോ കല്ലിലോ മറ്റോ കൊണ്ടു. നിന്റെ ഈ ഗുണ്ടായിസ് ഒന്ന് നിർത്തിക്കൂടെ? ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കളയാൻ. വലിയ ഹീറോ ആണെന്ന വിചാരം. അല്ലുവിനെ കുറിച്ച് വേണ്ടാത്ത സംസാരം അവനോട് 1-2 തവണ ഞാൻ പറഞ്ഞതാ. കേൾക്കില്ലെന്ന് വെച്ചാ ശരിക്കും കൈ പെരുത്തുപോയി. പിള്ളേര് പിടിച്ചു മാറ്റി, അല്ലെങ്കിൽ അവനെ ഞാൻ പഞ്ഞിക്കിട്ടെന്നെ. എന്നോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചൂടെ? എന്താ ഒന്നും മിണ്ടാത്ത? അടുത്തറിഞ്ഞപ്പോ ഒരിഷ്ടം തോന്നി.
എന്നെ സ്നേഹിക്കുന്ന അല്ലുവിന്റെ മനസ്സ്, അതെനിക്ക് തന്ന സന്തോഷം തനിച്ചാക്കി അകലാൻ എനിക്കാവില്ല. എല്ലാവരും പോലെ നീയും എന്റെ ശരീരത്തെ സ്നേഹിച്ചതല്ലേ? ശോ, കഷ്ടം തന്നെ. എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഞാനാണല്ലോ ആവശ്യക്കാരി. ആരുമില്ലെന്ന് അറിഞ്ഞപ്പോ തോന്നിയ മുതല കണ്ണീരല്ലേ നിന്റെ സ്നേഹം? കൂടുതൽ സ്നേഹം വാക്കുകളിൽ പറയാൻ എനിക്കറിയില്ല. എല്ലാ ദിവസത്തെയും പോലെ പിണങ്ങാൻ ഒരവസരം നോക്കല്ലേ? വേണ്ട, വലിയ സ്നേഹമൊന്നും വേണ്ട. കുറച്ച് നെയ്യും കടന്നാ മതി. നാളെ ഇങ്ങനെ ഒരാളില്ലെങ്കിലും എനിക്ക് ജീവിക്കണം. അതാണ് മോഹം. വിടില്ല ഞാൻ. ആ അനിലിന് 2 എണ്ണം കിട്ടേണ്ട സമയം കഴിഞ്ഞു. നീ സൂക്ഷിക്കണം. പകയുണ്ടാവും അവന്. പോകാൻ പറ. എന്നാലും എന്തു മന്ത്രടാ നീ ആ പെണ്ണിന്റെ അടുത്ത് ഉപയോഗിച്ചത്? നീയും മനുഷ്യനെ വട്ടുപിടിപ്പിക്കോ? വണ്ടി വർക്ക്ഷോപ്പിലാ, ഇറക്കാൻ കുറച്ച് കാശ് വേണം. അതാ നിന്റെ പുറകെ എങ്ങനെ. നാസർ ഖാന്റെ അടുത്ത് നിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ തിരിച്ചടവ് അല്പം പ്രശ്നമായിരുന്നില്ലടാ. അത് തന്നെ കാര്യം. നിന്റെ അല്ലു മേഡത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് തരാൻ പറ. ആ പാർട്ട്ണർഷിപ്പുള്ള പെണ്ണുമായിട്ട് ഉടക്കി പിരിഞ്ഞതിന് ശേഷം അതിനും ഭയങ്കര ടൈറ്റാ. പിന്നെ അതൊന്നും ശരിയാവില്ലടോ. നീ നടക്കണ വല്ല കാര്യം പറ. അന്ന് ആ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ ആ കാശിനൊരു ഓട്ടോറിക്ഷ എടുക്കാൻ. അതെങ്ങനെയാ? വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. ആ അല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അല്ലു മേഡത്തിനെ നിനക്ക് കിട്ടിയില്ലേ? നിനക്കെന്റെ വായിലിരിക്കണ കേൾക്കാഞ്ഞിട്ട് വയ്യല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. എനിക്ക് അക്കരെ 1-2 കളക്ഷൻ ഉണ്ട്. രാത്രി ആകുമ്പോഴേക്ക് ശരിയാക്കിയിരിക്കും. നീ പോയിട്ട് വാ. ശരിയാക്കണം കേട്ടോ. ശരി. ശങ്കരമാമനാ. നല്ല ഫിറ്റ് ആണല്ലോ. ആരെ കറക്കാൻ ഇറങ്ങിയതാടി? നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ ഈ പണി നിർത്തി വരാൻ. അതെങ്ങനാ? നീ മയങ്ങി കിടക്കല്ലേ? അനന്തു, വണ്ടി എടുക്ക്. നീ അങ്ങനെ അങ്ങ് പോയാലോ? അട്ടം പിടിച്ച പോലല്ലേ? ചോര കുടിച്ചേ വിടൂ. ശങ്കരമാമ മാറുന്നില്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ തമ്മിലാവാം. നീ പോടാ. നിനക്കിപ്പോ വേറൊന്നും വേണ്ടല്ലോ. തെറിച്ച് നടക്കുന്ന വേറെ വല്ല ആമ്പിളേരെ നോക്ക് വേണേ. ഇനി അതല്ല, അതിലൊന്നും ഇളക്കം മാറുന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് വേറൊന്നും പറയിപ്പിക്കണ്ട. മൈൻഡ് യുവർ വേർഡ്സ്. അനന്തുവിന്റെ അമ്മാവനായി പോയി. അല്ലെങ്കിൽ നിനക്കിതൊക്കെ കേൾപ്പിച്ചപ്പോ സമാധാനായല്ലോ. വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് നീ തന്നോടല്ലേ പറഞ്ഞ ചെറ്റത്തരം പറയലെന്ന്? കുടിച്ച വയറ്റി കിടക്കണം. ആരെ മറന്നാലും ലക്ഷ്മിയോളെ മറക്കല്ലേ പോലെ. ഇവള് പിഴയടാ, മഹാപിഴ. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവളുടെ. കുടുംബം തകർത്തേ പോകുള്ളു. കേക്കടാ, നിന്റെ ശങ്കരമ്മാവനാ പറയുന്നത്. നീ ഒരിക്കലും നന്നാവില്ലടാ. ഗുണം പിടിക്കാതെ പോകും. നീ നന്നാവില്ലടാ. വിട്ടിയാളാ ശങ്കരേട്ടാ. തോളത്തെടുത്ത് നടന്നതിന്റെ തഴമ്പ് ഇപ്പോഴും ഉണ്ട്. ചൊറി പിടിച്ച് വിങ്ങി കരയുമ്പോ ഈ തോള് വേണമായിരുന്നു അവൻ ഉറങ്ങാൻ. ഇപ്പൊ തണ്ടും തടിയും വെച്ചപ്പോ എവിടുന്നോ കയറി വന്ന പിഴകൾക്ക് വേണ്ടി അവൻ എന്നെ തല്ലി. എനിക്കിത് കിട്ടണം. ഞങ്ങൾ 11 ആകുമ്പോ അവിടെ എത്തും. എനിക്കൊന്ന് ഡോക്ടറെ കാണണം. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നോ, ഐ എം നോട്ട് പ്രിപ്പയർഡ്. നീ വേറെ അറേഞ്ച് ചെയ്തോളൂ. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ കാണും. ഓക്കെ, ബൈ.
ഇണങ്ങിക്കഴിഞ്ഞ ഒരു മുയൽ കുഞ്ഞിനെ പോലെയാ. മാധുവിന്റെ എനിമി ഇപ്പോ നീയാ. ഇഷ്ടനിപ്പോഴും പിണക്കത്തിലാണോ? വിട്ടുകള മാഷെ. കിളവൻ കള്ളും കുടിച്ച് മനസ്സിന് നോവിച്ചപ്പോ എനിക്കെന്റെ അനന്തോനോടല്ലേ കുതിര കയറാൻ പറ്റൂ? ഒന്ന് അടങ്ങു പൊന്നെ. കിളവൻ ഉരുളയൊട്ടിയ കൈകളിൽ തന്നെ ഞാൻ കൊത്തി നോക്കിച്ചല്ലോ. ആ പാവത്തിന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഹോ, എന്തു ചെയ്യുന്നെന്ന് എനിക്ക് തന്നെ നിശ്ചയില്ല. കാറിന്ന് ഞാൻ ഇറങ്ങരുതായിരുന്നു. ഇനി അതിനെ കുറിച്ച് വിഷമിക്കണ്ട. നമുക്ക് അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കാം. നമുക്ക് സിറ്റിയിലൊന്ന് പോയി വന്നാലോ? ഞാനില്ല. സിറ്റിയിലേക്കല്ല, ഒരു കോപ്പിലേക്ക് ഞാനില്ല. അനന്തു, എനിക്കൊരു ഫിസിഷ്യനെ കാണണം പ്ലീസ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഞാൻ റിമോട്ട് ആകുന്നു. അവരുടെ പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഇടയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അനന്തു എന്നോട് ഒരു അന്യെ പോലെ സംസാരിക്കുന്നു. എന്നെ നിനക്കൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ ഇരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒരു നിമിഷം പോലും എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. എങ്കിൽ ഞാനും വരാം. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ എന്തിനു മാപ്പ് പറയണം? ഇറങ്ങ്. നമുക്ക് കുറച്ച് നടക്കാം. എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നുടോ. ഇപ്പൊ നിന്റെ ഭാഗത്ത് ശരിയെന്ന് തോന്നുന്നു. ഉത്തരവാദിയെ അറസ്റ്റ് ചെയ്യണ്ടേ? ചെറുക്കന് ആള് കൊള്ളാലോ. അനന്തു ഫോൺ എടുക്കുന്നില്ല. അമ്മാവനുമായിട്ട് വഴക്കൂടേന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാലം കുറേയായി ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയിട്ട്. എന്താ പ്രോബ്ലം? നോ, നത്തിങ്. ജീവിതം യാഥാർത്ഥ്യമാ. നീ ഒരു അമ്മയാൻ പോകുന്നെന്ന് കേട്ടപ്പോ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഒരു സ്ത്രീയുടെ ജീവിതം ധന്യമാകുന്നത് അപ്പോൾ മാത്രമാ. കഴിഞ്ഞതെല്ലാം മറന്ന് നീ ആശിച്ച പോലെ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും. ബി ചെയർഫുൾ. കമോൺ, എനിക്കൊരു ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വീട്ടിൽ വിടാം. വാ. നീ ടെൻഷൻ വിടറാ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നേ. നീ വിചാരിക്കുന്ന പോലെ അല്ലടാ. മനസ്സിന് ഒരു സമാധാനം അതിരിക്കട്ടെ, ആ പെണ്ണിപ്പോ എന്തു പറയുന്നു? എന്തു പറയാൻ, ഒന്നോർക്കുമ്പോ അല്ലു പാവം പെണ്ണ. ശോ, എന്തോ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നീ സമാധാനപ്പെട്. ഞാൻ ശങ്കരേട്ടനെ ഒന്ന് കാണുന്നുണ്ട്. ശങ്കരമാമനോട് ഞാനത് ചെയ്യരുതായിരുന്നു. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ട്രീറ്റ് ഉണ്ട് എന്റെ വക. ആ ചെക്കനോട് പറഞ്ഞേക്ക്. ഓക്കെ, ശരി. ശരി. ബൈ. ഏട്ടാ, ശങ്കരൻ കള്ളുകൂടി നിർത്തിയെന്ന് നാട്ടുകാര് പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ ഇപ്പോ കിടപ്പ് ഷാപ്പില്ല. പാവ ഏടത്തെ കാണുമ്പോ സങ്കട. പണി കഴിഞ്ഞ് വരുമ്പോ ബീവറേജസിന്റെ ക്യൂ പിടിച്ചൊരു വലിയ. ഒരു വീക്ക് വെച്ച് തരാൻ ആളില്ലാതെ പോയി. കുട്ടിക്കാലത്ത് വീക്ക് വെച്ച് തരാൻ നീയും ദേ ഇപ്പൊ നിന്റെ കാന്താരിയും. ഇവൻ എന്നെ തള്ളി താഴെ ഇട്ടതിനല്ല, എത്ര ആളുകളാ കണ്ടേ.
പച്ച തൊടാണ്ട് പോകുമ്പോ ശങ്കരേട്ടാന്ന് വിളിച്ച് അമ്പലക്കുളത്തിന്റെ പടിയില് എത്ര ദിവസം എന്നെ കടത്തിയിരിക്കുന്നറിയോ? തള്ളി എന്നുള്ള നേരാ, വീഴുന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാമായിരുന്നു. അതുപോട്ടെ, നീ എന്ത് കരുതി ആ പെണ്ണിന്റെ കൂടെ? നാട്ടുകാർ അതുവിധം പറയുമ്പം തൊലി ഉരിയ. അമ്മയ്ക്ക് പരദൂഷണ സർവീസ് നിർത്തിക്കൂടെ? വീട്ടിൽ വരെ പണിയില്ലാത്ത പോലെ. ഞാൻ വീട്ടിൽ പോവാ, നീ വരുന്നില്ലേ? എന്റെ സീരിയലിനുള്ള നേരമായി. ഹലോ, ആ ശരിയാക്കടാ. ശങ്കരേട്ട പോയി, പ്രശ്നം സോൾവ് ആയില്ലേ? ഇനി വണ്ടി വിട്ടോ. വ്യാഴാഴ്ചയല്ലേ? ഞാൻ വരാടാ. ഹലോ, എന്താ മാഷേ ഇന്ന് തെണ്ടാനൊന്നും പോയില്ലേ? നിന്റെ വിശേഷങ്ങളൊക്കെ ഗോപിക പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ അറിയാറുണ്ട്. വായ്നോട്ടത്തിന് ഒരു കുറവുമില്ലല്ലേ? നീയാകെ മാറിയല്ലോ. കോളേജിൽ നല്ല സുന്ദരം തമിഴ് ചെക്കന്മാരെന്റെ പിന്നാലെയാ. നിന്റെ കാര്യം പറഞ്ഞ് ഫോൺ ചെയ്തപ്പോ ഞാൻ അമ്മയെ വഴക്ക് പറഞ്ഞു. ഒരു സമാധാന കുറവ്. എന്താ പ്രശ്നം? അല്ലുവിന് എന്നെ ഇഷ്ടാ. എന്താ ഇഷ്ടം? ഒരു കൃഷ്ണേട്ടൻ കളിക്കാ? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ലേ? നിനക്ക് അവരെ ഇഷ്ടമല്ല. ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അല്ലുവിനെ ഇഷ്ടമാണ്. അല്ലു പാവ, ആരുമില്ല അതിന്. അപ്പൊ ഞാൻ പാവല്ലേ? ഞാൻ നിന്നെ എന്റെ ജീവനായി സ്നേഹിച്ചില്ലേ? എന്നെ കുറിച്ച് എന്താ നീ ഓർത്തില്ല? എപ്പോഴൊക്കെയോ ഞാൻ നിന്നെ മറന്നു. ഞാൻ നിന്നെ മറന്നില്ലല്ലോ. എനിക്ക് അവരെ പിരിയാൻ പറ്റുന്നില്ല ലക്ഷ്മി. ഈ വഴക്കാളിയുടെ അധികാരം ഇല്ലാതാക്കല്ലേടാ. ഇനിയിപ്പോ ആശ്വാസമായില്ലടാ. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എന്നാലും ലക്ഷ്മി, ശങ്കരമാമൻ എന്തിനാ എന്നോടിങ്ങനെ? മക്കളില്ലാത്ത അയാൾക്ക് സ്വന്തം മോളെ പോലെ അല്ലടാ. ആ വായാടി പെണ്ണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? മനസ്സ് നിയന്ത്രണം വിട്ടപ്പോൾ അയാൾ വായ തോന്നിയേക്ക് പറഞ്ഞിട്ടുണ്ടാവും. നീ കാര്യമാക്കണ്ട. ലക്ഷ്മി ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. എന്നെ ഒരു കൂട്ടുകാരനായി കാണുന്നു കരുതിയ അവളോടെല്ലാം തുറന്നു പറഞ്ഞത്. പാവം. ഇപ്പൊ സമാധാനമില്ലടാ. ആടാ, ഞങ്ങൾ ലക്ഷ്മിയെ കണ്ടു. അവൾ ഓക്കെയാടാ. കുറച്ചേരോട് വെയിറ്റ് ചെയ്യണോ? നീ വാ. അനന്തുവിന് അമല ഒരു ഭാരമായി തോന്നാം, സ്വാഭാവികം. അനന്തു ആദ്യം കിട്ടിയ ട്രീറ്റ്മെന്റിൽ മുങ്ങിപ്പോയി. ശങ്കരേട്ടന്റെയും നാട്ടുകാരുടെയും പഴികളും ശാപങ്ങളും മനസ്സൊന്ന് വൈബ്രന്റ് ആകും. ലക്ഷ്മി അവൻ പ്രണയിച്ചിരുന്നില്ലെങ്കിൽ പോലും. നാട്ടിൽ പ്രശ്നം വഷളായപ്പോഴാണ് ലക്ഷ്മി ലീവ് എടുത്ത് വന്നത്. അനന്തു അമലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മാനസിക നിലയാകെ തെറ്റിപ്പോയി. അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഡൈജസ്റ്റ് ആവുമോ? താൻ പറയാറില്ലേ അന്യം നിൽക്കുന്ന പ്രണയത്തെക്കുറിച്ച്? പുറത്ത് കുറച്ച് തറുതല പറഞ്ഞു നടക്കുമെങ്കിലും ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്നവനെ ആവോളം സ്നേഹിക്കുന്ന ഒരു തൊട്ടാവാടി പെണ്ണ്. ഒരു 10 വർഷം പുറകോട്ട് പോയോ എന്നൊരു സംശയം. ഈ ന്യൂ ജനറേഷൻ ഇത് അക്സെപ്റ്റ് ചെയ്യോ? ഇറങ്ങി വാടി, ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. ഇറങ്ങി പാടി വിളിക്കണി നിന്റെ പോലീസിനെ. നീ വാതിൽ തുറക്കുന്നോ അതോ ഞങ്ങൾ ചവിട്ടി പൊളിക്കണോ? ആശുപത്രി കിടക്കുന്ന പെണ്ണെങ്ങാനും മരിച്ച പിന്നെ കളി മാറുമോളെ. ഇറങ്ങി വാടി ഇങ്ങോട്ട്. വാടി. പ്രശ്നം ഉണ്ടാക്കലടാ. എടാ, ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഈ മോനെ ഇവളുടെ സൂചിച്ച് ജീവിക്കാൻ അനുവദിച്ച പിന്നെ നമ്മളൊക്കെ ആണുങ്ങളാണോടാ. നീ നിന്റെ പണി നോക്കി പോമോനെ. എടാ നീ പറയുന്നൊന്ന് കേക്കടാ. നിങ്ങൾ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിൽ അനന്തും ലക്ഷ്മിയുമായി സംസാരിക്കുന്ന കണ്ടിട്ടാ ഞാൻ വരുന്നത്. പറയുന്ന കേക്കടാ. എന്താ നിങ്ങക്ക് ഇവിടെ കാര്യം? ഇവന്മാരി ആർക്കടാ പോലീസ് സ്റ്റേഷൻ ഇവിടെ? ഇവിടെ ഉള്ള നിന്റെ അവളുമാരോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. ഇവിടെ ഉള്ള നിന്റെ തമ്പുരാട്ടിമാരെ എഴുന്നള്ളിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളടാ. എന്ത് നാടൻ കാര്യം പണിയില്ലേ? അനന്തു
ആർക്കാണ് പോലീസ് വേണ്ടത്? കണ്ടുപോകുന്നില്ല ഒന്നും. ഇനി പ്രദേശത്ത് നീ ജീവനോടെ പോകില്ല. ഇനി ഏരിയ കണ്ട കുടലെടുക്കണം. അവനൊക്കെ വന്നേക്കുന്ന കാര്യം ചോദിക്കാൻ. അമ്മയെക്കാളും എന്നെ സ്നേഹിച്ചു വളർത്തിയ ആ പാവത്തിന്റെ ശാപം അതെനിക്ക് കിട്ടണം. അവൾ എന്നെ ഇത്രയധികം സ്നേഹിച്ചെന്തിന്? വാ മൂടി മിണ്ടാതെ കിടക്ക്. കൂട്ടുകാർ തന്ന സമ്മാനം കൊള്ളാം. ഇനി മിണ്ടിയ ഞാൻ വയൽ കോട്ടം കുത്തി തിരുകും, പറഞ്ഞേക്കാം. എല്ലാം ഒപ്പിച്ചിട്ട് നിന്ന് മോങ്ങ. എപ്പോഴെങ്കിലും നിനക്ക് പറയാമായിരുന്നു ആ കുട്ടി നിന്നെ സ്നേഹിക്കുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ എങ്ങനെയൊന്നും ആകില്ലായിരുന്നു. നീ ശരിക്കും ഒരു ആൺകുട്ടി തന്നെ. എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട മറ്റൊരു സ്നേഹിതൻ. ഇത് കഴിച്ചോളൂ, വേദന അറിയാതിരിക്കാനാ. പെയിൻ കില്ലറാ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് അല്ലുന്റെ ഒപ്പം ഇരുന്നാ മതി. കൊള്ളാം, ചെറുക്കന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. രാവിലെ ആ പാവം കൊച്ചിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ളതാ. ലക്ഷ്മി പാവമാണല്ലോ. അവള് പാവമാണ്. അവള് പാവമാണ്. സ്നേഹം അതെപ്പോഴൊക്കെ ഞാൻ നേടാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ അതൊരു നൊമ്പരമായി മാറുന്നു. തെറ്റിപ്പോയ വഴികളിലൂടെയുള്ള ഒരു പ്രയാണത്തിന് അവസാനമാകാൻ നീയെങ്കിലും ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ ആശിച്ചു. നിന്റെ ഇല്ലായ്മകളും സ്വകാര്യതകളും കണ്ടില്ലെന്ന് നടിച്ചതും സ്വാർത്ഥപരമായിരുന്നു. നിന്നെ ജീവന തുല്യം സ്നേഹിച്ച് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ പ്രാണൻ കളയാൻ ശ്രമിച്ച ആ പാവം പെൺകുട്ടി ഒരിക്കൽ ഞാൻ തന്നെയായിരുന്നു. അവളേക്കാൾ ശുദ്ധമായി നിന്നെ പ്രണയിക്കാൻ ഇപ്പോഴത്തെ എനിക്കാവില്ല. കുറച്ച് ദിനങ്ങളെങ്കിലും നിന്നെ ആനന്ദിപ്പിച്ചതിനുള്ള പ്രതിഫലം നീ പോലും അറിയാതെ ഞാൻ എടുക്കാണ്. അവിടെയെങ്കിലും ഞാനൊരു വിജയാകട്ടെ. അനന്തുവിനെ ട്രീറ്റ് ചെയ്ത് വീട് വിട്ടിറങ്ങുന്ന അമല വീണ്ടും ഏറ്റ പരാജയപരമായി അവൾ യാത്രയാവുകയാണ്. ഓ അങ്ങനെയാണ്. എല്ലാം ഉപേക്ഷിച്ച് അവൾ യാത്രയാകുന്ന മാധുരിയുടെ പിടിയിലേക്ക്. അതൊരു സുഖം കിട്ടുന്നില്ല. നല്ലൊരു ക്ലൈമാക്സ് വേണം അല്ലേ ഡയറക്ടറെ? ഞങ്ങളും അതിന്റെ ഒരു കൺഫ്യൂഷനില്ല.
കൊള്ളാം, ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഷോർട്ട് സ്റ്റോറി എനിക്കിഷ്ടപ്പെട്ടു. വരുന്നുണ്ടല്ലോ മുതല്. പെർഫോമൻസിന് ശേഷം ചിലരൊക്കെ ഗിറ്റാർ പാടാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ശലഭമേ എന്നുള്ള സോങ് തകർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായ, ഒരാളൊഴിച്ച്. വന്നപ്പോഴേക്കും തുടങ്ങിയില്ലേ? വേണ്ട മോനെ. ആ കുട്ടി ഇതെല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടോ. അവളൊരു അഴകുള്ള സെലീന തന്നെ. ഓ, ആ മുടിഞ്ഞ പ്രൊജക്ടുകാരന്റെ ചാൻസും പോയി. നീ എത്ര സുന്ദരി! അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ്. അതെ, നീ സുന്ദരി തന്നെ. എന്തായിരുന്നു ആ മനുവിന്റെ തുള്ളല്? തണുപ്പ് കാലത്ത് കിടന്ന് വരയ്ക്കുന്നത് പോലെ. ആ പെണ്ണിനെ അവൻ കുറെ ടൂണിട്ട് നോക്കി. പക്ഷെ നിന്റെ കാഞ്ചിയല്ലേ ഏറ്റത്. എന്റെ ഭഗവാനെ, അടുത്ത ജന്മത്തിലെങ്കിലും ഞാനൊരു പാട്ടുകാരനായി ജനിച്ചെങ്കിൽ മാസത്തിൽ ഒരു കാമുകയെങ്കിലും ഞാൻ നിന്റെ നടക്കിരുത്തിക്കോളാം എന്റെ ഗുരുവായൂരപ്പാ. വേണ്ട, തുടരുത് തന്നെ, വിട്. ആ കൊച്ചിനെ കാണാൻ ഭംഗിയുണ്ടെന്ന് വെച്ച് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്നാലും എനിക്കറിയാം ഇയാളുടെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും എന്നെക്കാൾ സുന്ദരിയാ. അരികിലായി നിന്നു നീ എന്നും പൊന്നണിയായി, പ്രണയമോ വാത്സല്യമോ അറിയാതെ മനസ്സിൽ തിരിനാളം പോലെ അണയാതെ, പൂക്കാലം പോലെ മായാതെ എന്നുള്ളിൽ നീ. തലകുനിച്ചുള്ള മൗനത്തിന് ഇവിടെ എന്ത് പ്രസക്തി? തിങ്ക് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. സുഖമല്ലേന്ന് ചോദിച്ചാൽ ഒരു വേദനിപ്പിക്കലാവും. ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ വീണ്ടും ഏതോ ഒരു വിജനതയിൽ അകപ്പെട്ടതുപോലെ. സോറി സർ. എനിവേ, ഹൗ ഈസ് മാം? എവറിത്തിങ് ഈസ് ഓക്കെ നാ? യാ, എവറിത്തിങ് ഈസ് ഓക്കെ. ലീവ് ഇറ്റ് മാൻ. Excuse me, sir. With pleasure. Today I sing a song for you. ശലഭമേ, ഒരു ഈതൾ തേടി ഇന്നു വന്നു ഞാൻ നിന്നിലായി. ഓ, ഒരു തെന്നൽ പോൽ വന്നു ഞാൻ. ശലഭമേ, ഒരു നിഴൽ പോലെന്നും വന്നു ഞാൻ ജീവനിൽ. ഓ, ഒരു തെന്നൽ പോൽ വന്നു ഞാൻ. ശലഭമേ,
There is a gift for you. താങ്ക് യു സർ. താൻ അടുത്ത ആഴ്ച ഇവിടെ കാണും. നാളെ ഞാൻ ചെന്നൈ പോവും. ഒരു ഡിസ്കഷൻ ഉണ്ട് സാർ. ഒരാഴ്ച അവിടെ ആയിരിക്കും സാർ. ആ ലിയോ, തന്റെ സോങ് നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ താൻ പാടിയ ട്രാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രൊഡ്യൂസർക്ക് വേറെ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ സർ. ശരി, എന്നാ പിന്നെ കാണാം. ഓക്കെ ശരി സർ. പുതിയ ആൾക്കാരെ താൻ ഭയക്കുന്നോ? എന്തിന്? ഒരിക്കൽ തന്റെ സിനിമയിൽ സംഗീതം ചെയ്യാൻ അവസരം വന്നപ്പോ ഞാനും പുതുമുഖമായിരുന്നു. കഴിവും പ്രയത്നവും ലക്ഷ്യത്തിലെത്തിക്കുമെന്ന എന്റെ വിശ്വാസം. അതിലെനിക്കിട്ടൊരു കൊത്തുണ്ടോ? വരികൾ നന്നായിരിക്കുന്നു. കൺഗ്രാറ്റ്സ് അമല. താങ്ക് യു സർ. എപ്പോഴോ കുത്തിക്കോറിയ വരികൾ നന്നായി കമ്പോസ് ചെയ്ത് നല്ല ഫീലോടെ പാടി. റിയലി ഹീസ് എ ഗുഡ് കമ്പോസർ. മാഡത്തെ കുറിച്ച് പറഞ്ഞില്ല. ഈസ് ഷീ ഹാപ്പി? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു മീഡിയേറ്റർ. ഹീസ് ഹിയർ ബോയ്ഫ്രണ്ട്. He gives her happiness the way she needs it. And she enjoys like a butterfly. She's more young and satisfied. അപ്പോ ഒരു ലീഗൽ ഡൈവോഴ്സ് വേണം. അതിനൊരു കോംപ്രമൈസ് മീറ്റിംഗ്. ദാറ്റ്സ് ഓൾ. താൻ നേരത്തെ പറഞ്ഞതുപോലെ, അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല കമ്പോസർ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. സോറി സർ. ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹലോ. ഓക്കെ സർ, മാധു ഈസ് വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ സർ. ഗുഡ് നൈറ്റ്. സി യു. സർ, ഇനിയും എന്നെ മനസ്സിലാക്കാതെ പോകാൻ തനിക്കാകൂ? സർ, ഞാൻ അമല, സ്നേഹമില്ലായ്മയിൽ നിങ്ങൾ എന്തെങ്കിലും നൽകും. പക്ഷേ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നൽകാതിരിക്കാനാവില്ല. ഇത്തരം പ്രശ്നങ്ങൾ സിറ്റിയിൽ സാധാരണമാണ്. കഥയ്ക്കൊരു ലൈഫുണ്ട്. ഇനി തന്നോടൊരു സത്യം പറയട്ടെ. ഇത് ഓൾമോസ്റ്റ് ഒരു റിയൽ സ്റ്റോറി ആണെന്ന് പറഞ്ഞാൽ റിയലി എവിടെയൊക്കെ എനിക്കത് ഫീൽ ചെയ്തു. കുറച്ച് മാസങ്ങളായി വിനയ അതിന്റെ പുറകിലാണ്. I know you can get it, man.